നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിനെ തന്നെ നോക്കി ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങളെ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ ഒരിക്കലും വെറും കൈയായിട്ട് നിരാശരായിട്ട് മടക്കുന്നവരല്ലല്ലോ. ഞങ്ങൾ വലിയ ദാഹത്തോടെ, വലിയ ആകാംക്ഷയോടെ കർത്താവെ, വലിയ വിശപ്പോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അവിടെ തന്നെ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ ഉത്സാഹിപ്പിക്കുകയും ഞങ്ങളെ തിരുത്തുകയും വഴി നടത്തുകയും കർത്താവെ, അവിടുത്തോട് കൂടുതൽ ചേർത്തടുപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൂടുതലായിട്ട് അറിയുവാൻ കർത്താവെ, അവിടുത്തെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ കർത്താവെ. അവിടുന്ന് ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കാനുള്ളത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വചനത്തിന്റെ നിത്യമായിട്ടുള്ള ആ വചനത്തിന്റെ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്തതായിട്ടുള്ള അവിടുത്തെ ആ വചനത്തിന്റെ ഓരോ താളുകൾ മറിക്കുമ്പോഴും ഞങ്ങൾ എത്ര ഭാഗ്യശാലികളാണ് കർത്താവെ. ഇന്ന് എത്രയോ ജനകോടികൾ കർത്താവെ അവിടുത്തെ വചനം അറിയാതെ, അങ്ങേ അറിയാതെ നശിച്ചു പോകുമ്പോൾ, നിത്യനാശത്തിലേക്ക് ഒരു പ്രത്യാശയില്ലാതെ അവര് പല പല കർത്താവെ ഭൗതികമായിട്ടുള്ള ക്ഷണികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് അവിടുത്തെ നിത്യമായിട്ടുള്ള ആ വചനത്തിന് മുമ്പായിട്ട് അവിടുത്തെ പാദപീഠത്തെങ്കിൽ ഇരിക്കുവാനുള്ള ഒരു വലിയൊരു സൗഭാഗ്യം, വലിയൊരു ഭാഗ്യ പദവി കർത്താവെ, വലിയൊരു പ്രിവിലേജ് അവിടുന്ന് തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേ തന്നെ കർത്താവെ കേട്ടനുസരിപ്പാൻ ഞങ്ങളെ തന്നെ സഹായിക്കണം. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് ഞങ്ങൾ ഓരോരുത്തരും കുറഞ്ഞില്ലാതാകട്ടെ. അവിടുത്തെ പുനഃനാമം മഹത്വപ്പെടുത്തിയാട്ടെ. അവിടുന്ന് മാത്രം ഉയർന്നും ഭൂമിയുള്ള സിംഹാസനത്തിലായിരിക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പൊ നമ്മള് വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് നമ്മള് കടക്കുക. വെളിപാട് പുസ്തകം ആകെ 22 അധ്യായങ്ങളാണ്. അധ്യായങ്ങളുടെ ചാപ്റ്റർ ഡിവിഷൻ, അധ്യായങ്ങളുടെ ആ ഡിവിഷനൊക്കെ ഏതാനും നൂറ്റാണ്ടുകൾ മുമ്പ് വന്നതേ ഉള്ളൂ. എങ്കിലും വെളിപാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുമ്പോൾ അതൊരു ഒരു നീണ്ട ലെറ്ററായിട്ട്, ഒരു നീണ്ട ഒരു പ്രവചന പുസ്തകമായിട്ട് ഒറ്റ ഒറ്റ ഒരു ആ ഒരു ഫുൾ ലെങ്തിൽ എഴുതിയതാണെങ്കിൽ, എന്നാൽ പിന്നീട് ചാപ്റ്റർ ഡിവിഷനും വേഴ്സ് ഡിവിഷനും ഒക്കെ നമുക്ക് റെഫറൻസ് അത് പെട്ടെന്ന് എടുക്കാനും മനസ്സിലാക്കാനും അത് പിന്നീട് റെഫർ ചെയ്യാനും ഒക്കെ ഉള്ള പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഉള്ള എളുപ്പത്തിന് നമുക്ക് റെഫറൻസസ് ആയിട്ട് ചാപ്റ്റർ ഡിവിഷനും വേഴ്സ് ഡിവിഷനും ഒക്കെ പിന്നീട് ഏതാനും നൂറ്റാണ്ടുകൾ മുമ്പ് മാത്രം വന്നതാണ്. എങ്കിലും നമ്മൾ നോക്കുമ്പോൾ ചാപ്റ്റർ ഡിവിഷനിൽ ചിലപ്പം ചെറിയ അപാകതകളൊക്കെ വന്നോന്നൊക്കെ നമുക്ക് തോന്നിയാൽ പോലും, എന്നാൽ പലയിടത്തും ആ ഒരു ചാപ്റ്റർ ഡിവിഷൻ വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ക്രമമായിട്ട് വിഭജിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വെളിപാട് ആകെ 22 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ 20 അധ്യായങ്ങൾ നമ്മളത് ബാക്കി പ്രതിവാക്യമായിട്ട് ഫൈനൽ ട്രയംഫ്, അന്തിമ വിജയം, സാക്വിനം ബ്രദറിന്റെ അന്തിമ വിജയം എന്നുള്ള ആ പുസ്തകത്തിന്റെ അതും കൂടെ ചേർത്ത് വായിച്ച് നമ്മള് ഓരോ പ്രതിവാക്യമായിട്ട് ഓരോ വരികളും വാക്കുകളും ഒക്കെ നമുക്ക് കാണാൻ ദൈവത്തോളം സഹായിച്ചല്ലോ. വെളിപാട് പുസ്തകം ആദ്യത്തെ അധ്യായത്തില് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ 90 വയസ്സിലേറെ പ്രായം ഉണ്ടായിരുന്ന ഒരു വൃദ്ധ വന്യ പുരുഷനായ യോഹന്നാൻ അപ്പോസ്തലൻ നാട് കടത്തപ്പെട്ടപ്പം അവിടെ വളരെ ഒരു കല്ല് നിറഞ്ഞ ഒരു ഊഷര ഭൂമിയായിട്ടുള്ള ആ ദ്വീപില്, പത്മോസ് ദ്വീപില്, ഏജിയൻ കടലിലുള്ള ആ പത്മോസ് ദ്വീപ്, ഏജിയൻ കടൽ എന്ന് പറഞ്ഞാൽ മധ്യധരണ്യാഴി, മെഡിറ്ററേനിയൻ സീ, അതായത് യൂറോപ്പിന് ഏഷ്യയിലെ ഇടയിലുള്ള മധ്യധരണ്യാഴി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീയുടെ ഒരു ഭാഗമായിട്ടുള്ള ഏജിയൻ കടലിലുള്ള ആ ദ്വീപിലേക്കാണ്, പത്മോസ് ദ്വീപിലേക്കാണ് യോഹന്നാൻ അപ്പോസ്തലന് നാടുകടത്തപ്പെടുന്നതും. 1-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലന് ദൈവം കൊടുത്ത ആ ഒരു ദർശനത്തെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആ ഒരു കർത്താവിന്റെ മഹത്വം, അതിന്റെ ഓരോ സിംബോളിസംസും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നല്ലോ. പിന്നീട് 2-3 അധ്യായങ്ങളിൽ അന്ന് ഏഷ്യ മൈനറിൽ ഇപ്പോഴത്തെ തുർക്കി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പം പത്രങ്ങളിലെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തോട് ബന്ധപ്പെട്ട് തുർക്കി കുറച്ചൊരു സംസാര വിഷയവും കുറച്ചൊരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഉണ്ട്. ഇന്നത്തെ തുർക്കി പ്രദേശം, അന്നത്തെ ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്താണ് ഈ 7 സഭകൾ നിലനിന്നിരുന്നത്. എഫേസസ് സഭ, സ്മിർന, പെർഗമം, തയാത്തിറ, അല്ലെങ്കിൽ തുയഥൈര എന്ന് മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന, തയാത്തിറ എന്ന് ഇംഗ്ലീഷില്, സാർഡിസ്, ഫിലാദൽഫിയ, ലവുദിക്യ അല്ലെങ്കിൽ ലവുദിസ്യ സഭകൾക്ക് എഴുതിയ ആ ദൂതുകളൊക്കെ അതിന്റെ ഇന്നത്തെ ആ ഒരു റെലവൻസ്, പ്രസക്തിയെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. 4-ാമത്തെ അധ്യായത്തില് യോഹന്നാൻ അപ്പോസ്തലൻ ഒരു തുറന്ന സ്വർഗത്തിലെ ഒരു തുറന്ന വാതില് കാണുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ സ്വർഗസിംഹാസനത്തില് പിതാവിനെ ആരാധിക്കുന്ന ഒരു കാര്യം 4-ാം അധ്യായത്തിൽ കാണുന്നേ. പിതാവിനെ ആരാധിക്കുന്ന പോലെ തന്നെ പുത്രനെയും ആരാധിക്കുന്ന കാര്യം നമ്മൾ 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പിതാവിന്റെ കയ്യിലുള്ള ആ ഒരു
ചുരുള്, ഒരു പുസ്തക ചുരുള്, അത് മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം, അത് 7 മുദ്രകൾ ഉണ്ടായിരുന്നു. ആ പുസ്തകം വാങ്ങുവാൻ യേശുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ളൊരു കാര്യവും, ആ പുസ്തകത്തില് അത് ഭൂമിയുടെ ഒരു ആധാരം എന്ന വണ്ണമുള്ള ഒരു പുസ്തകമായിരുന്നു. ഭൂമിക്ക് മേൽ പതിക്കാനിരിക്കുന്ന ന്യായവിധികളെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണെന്നുള്ള സൂചനകളൊക്കെ നമ്മൾ സെഖര്യാവിന്റെ പുസ്തകത്തിൽ നിന്നും എഹെസ്കേലിന്റെ പുസ്തകത്തിൽ നിന്നും ഒക്കെ നമ്മൾ ലേവ്യ പുസ്തകത്തിൽ നിന്നും രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും ഒക്കെയുള്ള പല റെഫറൻസസ് ഒക്കെ കണ്ട് അതിന്റെ ആ ഒരു ഭൂമിക്ക് മേൽ പതിക്കാനിരിക്കുന്ന ന്യായവിധികളെ കുറിച്ച് പറയാനിരിക്കുന്ന അതിന്റെ സൂചനകളുള്ള ഒരു പുസ്തകമായിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ട്, ആ പുസ്തക ചുരുൾ അതിന്റെ ഓരോ മുദ്രയായിട്ട് പൊട്ടിക്കുമ്പോൾ അന്ത്യകാല സംഭവങ്ങൾ ഓരോന്നായിട്ട് അരങ്ങേറുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തു വെളിപ്പെടുന്നത് മുതൽ പിന്നീട് വലിയ യുദ്ധങ്ങളുടെ കാര്യങ്ങളും മരണങ്ങളുടെ കാര്യവും മഹോപദ്രവത്തിന്റെ കാര്യവും, അങ്ങനെ ആദ്യത്തെ ആദ്യത്തെ മുദ്ര 6-ാം അധ്യായത്തിൽ, വെളിപാട് 6-ാം അധ്യായത്തിൽ ഇത് ക്രിസ്തു വെളിപ്പെടുന്നു. പിന്നെ വലിയ യുദ്ധം ഉണ്ടാകുന്നു. 2-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ, 3-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴത്തേക്കും വെളിപാട് 6-ന്റെ 5 വലിയ ക്ഷാമം ഉണ്ടാകുന്നു. 4-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴത്തേക്കും വലിയ ഒരുപാട് പേരുടെ 1/4 ഭൂമിയിലെ 1/4 പോപ്പുലേഷൻ ഇല്ലാതാകുന്ന വലിയൊരു മരണം ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ അവിടെ കാണുന്നു. മരണം ഉണ്ടാകുന്ന മുഖാന്തരങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ 6-8 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് മഹോപദ്രവത്തിന്റെ കാര്യം, കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചുള്ള സൂചന, അങ്ങനെ ആ ഒരു 6 മുദ്രകൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്നതായിട്ട്, കർത്താവ് ഭൂമിയിൽ ഭരണം ആരംഭിക്കുന്നതായിട്ട് നമ്മൾ വെളിപാട് 11-15 മുതൽ അവിടെ വായിക്കുന്നുണ്ട്. നമ്മൾ കാര്യങ്ങൾ നമ്മൾ മുമ്പേ കണ്ടതുപോലെ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ, കാലാനുക്രമമായിട്ടല്ല എഴുതപ്പെട്ടിട്ടുള്ളത്, എന്ന കാര്യങ്ങൾ ഓവറോൾ ഒരു വ്യൂ തന്നിട്ട് പിന്നെ അതിന്റെ ഓരോരോ ഡീറ്റെയിൽസ് കൂടുതൽ ഫില്ലപ്പ് ചെയ്യുന്ന രീതിയിലാണ് വചനത്തിന്റെ പല ഭാഗങ്ങളും ഇവിടെ വെളിപാട് പുസ്തകത്തിലും അങ്ങനെ എഴുതിപ്പെട്ടിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നത്. വെളിപാട് 7-ാം അധ്യായത്തിൽ കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പ് 144,000 12 ഗോത്രങ്ങളിൽ നിന്ന്, 12 യഹൂദ ഗോത്രങ്ങളിൽ നിന്നുള്ള 12,000 വെച്ച് 144,000 പേരെ ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പായിട്ട് അവരെ സീൽ ചെയ്ത്, ദൈവഭക്തരായിട്ടുള്ള ഒരു യഹൂദന്മാരുടെ ഒരു ശേഷിപ്പിനെ മുദ്രയിടുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ വെളിപാട് 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. പിന്നെ വെളിപാട് 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം മുതൽ കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിൽ അവിടെ എണ്ണയാലൊടുങ്ങാത്ത ഒരു പുരുഷാരം കർത്താവിനെ സ്തുതിക്കുന്ന ഒരു രംഗവും, സ്വർഗത്തിലെ ഒരു കർത്താവിനെ സ്തുതിക്കുന്ന രംഗങ്ങളും, പിന്നീട് നിത്യത വരെയും നീളുന്ന ആ ഒരു കർത്താവ് നമുക്ക് തരുന്ന ആശ്വാസത്തെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന വചനങ്ങളൊക്കെയാണ് വെളിപാട് 7-ാം അധ്യായത്തിന്റെ പിന്നീടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. പിന്നീട് 8-ാം അധ്യായത്തില് ഈ ഒരു വെളിപാട് 8-ാം അധ്യായത്തില് ഈ ഒരു 7-ാമത്തെ മുദ്രയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 7-ാമത്തെ മുദ്രയിലാണ് 7 കാഹളങ്ങൾ. ആ 7-ാമത്തെ കാഹളങ്ങളിലാണ് ഞാൻ മുമ്പ് പറഞ്ഞ് വെളിപാട് 11-ാം അധ്യായത്തിന് 15-ാമത്തെ കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്നത്. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കാഹളങ്ങൾ കാണുന്നു. ആ 7 കാഹളങ്ങളിൽ ഭൂമിയുടെ മേലുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച്, പിന്നെ 10-ാം അധ്യായം, വെളിപാട് 8-ാം അധ്യായത്തിലും 9-ാമത്തെ അധ്യായത്തിലും, 8-ാം അധ്യായത്തിൽ ആദ്യത്തെ 4 കാഹളങ്ങളെ കുറിച്ച് വായിക്കുന്നു. 9-ാം അധ്യായത്തിൽ 5-ാമത്തെ 6-ാമത്തെ കാഹളങ്ങളെ കുറിച്ച് വായിക്കുന്നു. പിന്നെ വെളിപാട് 10-ാം അധ്യായത്തിൽ ദൂതനൊരു തുറന്ന പുസ്തകമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കാണുന്നു. അതിലെല്ലാം നിവൃത്തിയാകുന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞ് ആണയിടുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 10-ാം അധ്യായത്തിൽ കാണുന്നു. ആ പുസ്തക ചുരുള് യോഹന്നാനോട് ഭക്ഷിക്കാൻ പറയുന്നതും, ഭക്ഷിച്ച് അതിനുശേഷം യോഹന്നാൻ വീണ്ടും പ്രവചിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് 11-ാം അധ്യായം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇവിടെ 11-ാം അധ്യായത്തിൽ കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പായിട്ടുള്ള 2 സാക്ഷികളെ കുറിച്ച്, 2 സാക്ഷികളായിട്ട് മോശയുടെ ഏലിയാവിന്റെയും ശുശ്രൂഷയെ ഓർപ്പിക്കത്തക്ക വിധത്തിലുള്ള ശുശ്രൂഷയുള്ള 2 ശിഷ്യന്മാരെയും അവർ രക്തസാക്ഷികളാകുന്ന വിധത്തെ കുറിച്ചൊക്കെ വെളിപാട് 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. വെളിപാട് 11-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിലാണ് ആ 7-ാമത്തെ മുദ്രയിലുള്ള 7-ാമത്തെ കാഹളത്തിലാണ് ആ അന്ത്യകാഹളത്തെങ്കിൽ കർത്താവിന്റെ ഈ ഭൂമിയിലുള്ള വാഴ്ച, സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നു. വെളിപാട് 12-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ച് ആ സ്ത്രീയുടെ സന്തതിയായിട്ടുള്ള യേശുവിനെ ഒടുക്കി കളയാനായിട്ട് സാത്താൻ ശ്രമിക്കുന്നതായിട്ടുള്ള രംഗങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് സാത്താൻ തൻ്റെ കാലം കുറച്ചേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി അവന് അണയാൻ പോകുന്ന തിരി ആളി കത്തുന്നു എന്നുള്ള നിലയിൽ അവന് തൻ്റെ ഷോർട്ട് ടൈം എന്ന് കണ്ട് വെളിപാട് 12-12 അവൻ വലിയ കോപത്തോടെ ദൈവജനത്തിനെതിരായിട്ട്, ഇസ്രായേലിനെതിരായിട്ട് തിരിയുന്നു. ഇസ്രായേലിനെ ദൈവം കൊണ്ടുപോയി പോഷിപ്പിക്കുന്ന ഒരു രംഗം ഒരുപക്ഷെ
ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ ആ 14 അധ്യായത്തിന്റെ ആ 2 വിങ്സ് ഓഫ് ദി ഈഗിൾ എന്നൊക്കെ നമ്മളവിടെ വായിച്ചെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചു. അവിടെ കഴുകന്റെ 2 ചിറക് എന്നുപോലെ അവരെ അങ്ങ് എയർലിഫ്റ്റ് ചെയ്ത് അവരെ ദൈവം ഒരു 3.5 വർഷത്തേക്ക് കൊണ്ടുപോയി പോഷിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇസ്രായേൽ ജനത്തെ കുറിച്ച് അവിടെ വെളിപ്പാട് 12:14 വായിക്കുന്നുണ്ട്. അപ്പൊ ആ 3.5 വർഷക്കാലം ഈ സ്ത്രീയുടെ ശേഷിച്ച സന്തതികളായിട്ടുള്ള സഭയോടെ, ഇസ്രായേലിന്റെ ശേഷിച്ച സന്തതികളായിട്ടുള്ള സഭയോട്, ഇസ്രായേൽ ജനത്തെ ദൈവം 3.5 വർഷത്തേക്ക് ഒരു സ്പെഷ്യലായിട്ട് അവിടെ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി പോഷിപ്പിക്കുന്ന ഒരു കാര്യം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവരെ പോറ്റി രക്ഷിച്ചു എന്നുള്ള കാര്യം വായിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരിലേക്ക് സാത്താനെ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുന്ന കാര്യം 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നേ. 13-ാമത്തെ വാക്യത്തിൽ 2 മൃഗങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നേ. മൃഗം നമ്പർ 1, മൃഗം നമ്പർ 2. ഇത് ക്രിസ്തു, കള്ളപ്രവാചകൻ. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇത് ക്രിസ്തു അവന് ജാതികളിൽ നിന്നുള്ളവനായിരിക്കണം എന്നുള്ളൊരു കാര്യം, അതിന്റെ ഒരു സൂചന നമ്മൾ കണ്ടു. കള്ളപ്രവാചകൻ അവൻ ഭൂമിയിൽ നിന്ന് വന്നതായിട്ട് കാണുന്നത് കൊണ്ട് 11-ാമത്തെ വാക്യത്തിൽ അത് യഹൂദനായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കാം എന്നുള്ളൊരു കാര്യം, അതിന്റെ ഒരു സൂചനയൊക്കെ നമ്മൾ കണ്ടു. പിന്നെ 14-ാം അധ്യായത്തിൽ കർത്താവിന്റെ കാന്തയായിട്ട് ഉള്ള ആ ഒരു 144,000 പേരെ കുറിച്ചുള്ളൊരു രംഗം, നൂറുമേനി ഫലം കായ്ക്കുന്ന ആ ഒരു 144,000 പേരെ കുറിച്ച് വെളിപാട് 14-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ന്യായവിധിക്ക് മുമ്പായിട്ടുള്ള 3 അനൗൺസ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 14-ന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ന്യായവിധിയെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ അതിന്റെ 14-ാമത്തെ വാക്യം മുതൽ രക്തപ്പുഴ ഒഴുകുന്ന കാര്യങ്ങൾ, അർമഗദോൻ യുദ്ധം, അവസാനം ക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇസ്രായേലിനെയും ദൈവജനത്തെയൊക്കെ വളയുമ്പോൾ, ദൈവജനത്തിനെതിരായിട്ട് തിരിയുമ്പോൾ കർത്താവ് തന്നെ കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിൽ ഭൂമിയിൽ കാലുകുത്തി അവിടെയുള്ള ഒരു വലിയ അവസാനത്തെ അർമഗദോൻ യുദ്ധത്തെക്കുറിച്ചൊക്കെയും അവിടെ ഒഴുകുന്ന രക്തപ്പുഴയെ കുറിച്ചൊക്കെ വെളിപാട് 14-ന്റെ 20-ലൊക്കെ നമ്മൾ വായിച്ചു. അതിനുശേഷം സ്വർഗത്തിലുള്ള 15-ാം അധ്യായത്തിൽ സ്വർഗത്തിലുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു രംഗവും ദൈവം എല്ലാം ന്യായമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ട് 16-ാം അധ്യായത്തില് 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും പറഞ്ഞ ആ കാഹളങ്ങളെ ഇവിടെ കലശങ്ങളായിട്ട്, വയൽസ് ഓഫ് റാത്തായിട്ട് ഉപമിച്ചുകൊണ്ട് അതേ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില രംഗങ്ങൾ നമ്മൾ 16-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 16-ാം അധ്യായത്തിന് അവസാനം ബാബിലോണിനെ ഓർത്തതായിട്ട് 19-ാമത്തെ വാക്യത്തിൽ കാണുന്നു. പിന്നെ ബാബിലോണിന്റെ ന്യായവിധി ഡീറ്റെയിൽഡ് ആയിട്ട് 17-ാം അധ്യായത്തിനും 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ബാബിലോൺ എന്നുള്ള ആ ഒരു റിലീജിയസ് സിസ്റ്റം, മതപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ, അതുപോലെ തന്നെ വാണിജ്യപരമായിട്ടുള്ള കമേഴ്ഷ്യൽ സിസ്റ്റം, അത് 18-ാം അധ്യായത്തിലും ഒക്കെ നമ്മളത് അതിനെക്കുറിച്ചും അതിന്റെ ന്യായവിധിയെക്കുറിച്ചും ഒക്കെ കണ്ടു. യേശുവിന്റെ പേര് പറഞ്ഞ് ലോകത്തിന്റെ പിന്നാലെ പോകുന്ന ആ ഒരു മത വ്യവസ്ഥ, വ്യാജ ക്രിസ്തീയത, അതാണ് ബാബിലോൺ. അത് ബാബിലോണിനെ ഒരു വേശ്യയോട് ഉപമിച്ചിട്ട് ആ ബാബിലോണിന്റെ വേശ്യാപുത്രിമാർ എന്ന് പറയുന്ന ഒരു കാര്യം, അത് ആ ബാബിലോണ് അത് 7 മലകൾക്ക് മേലെ ഇരിക്കുന്നതാണെന്നൊക്കെയുള്ള കാര്യം വെളിപാട് 17-ന്റെ 9 നമ്മൾ വായിക്കുമ്പോൾ റോമാണ് 7 മലകൾക്ക് മേലെ ഇരിക്കുന്നതെന്നും റോമിലെ ആസ്ഥാനമായിട്ടുള്ള റോമൻ കത്തോലിക്ക സഭയുടെ കാര്യവും, പിന്നീട് അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകളും മോശമല്ല, അവരും ഈ ലോകത്തിന് ആത്മാവിലേക്ക് പോയിട്ടുള്ള ഏതൊക്കെ സഭകളുണ്ടോ അതെല്ലാം. ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യമാനം, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപമാണ് ലോകം. നമ്മൾ 1 യോഹന്നാൻ 2:16 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ കൺമോഹം, അതായത് പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കൺമോഹം. പിന്നെ ജഡമോഹം, അത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, മണി, ഓണ്, പ്ലഷേഴ്സ്. മണി, ജഡമോഹം എന്ന് പറയുമ്പോൾ എല്ലാ സുഖഭോഗങ്ങളും, അത് ലൈംഗികതയാവട്ടെ, ആഹാരത്തിന്റെ ഉറക്കത്തിന്റെ ഒക്കെ ദൈവം വെച്ചിരിക്കുന്ന വൃത്തത്തിന് വെളിയിലുള്ള കാര്യങ്ങളാവട്ടെ, അതിന്റെ പിന്നാലെയൊക്കെ പോകുമ്പോൾ ഉള്ള ആ ഒരു ജഡികമായിട്ടുള്ള പാപങ്ങള്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, മനുഷ്യമാനം, മണി, ഓണ, പ്ലഷേഴ്സ്, മനുഷ്യമാനം, പണം, ജഡിക സുഖങ്ങള്. അപ്പൊ അതിന്റെയൊക്കെ പിന്നാലെ പോകുന്ന ആ ഒരു വ്യവസ്ഥ. യേശുവിന്റെ പേര് പറഞ്ഞ് ആത്മീയതയുടെ ഒരു വേഷം കെട്ടലുണ്ട് എന്ന അകമേ ലോകത്തിന് പിന്നാലെ ആണ് അവരുടെ പോക്ക്. അങ്ങനെയുള്ളതാണ് ഒരു വ്യാജ ക്രിസ്തീയത, ബാബിലോൺ. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത് നമ്മൾ ഏറ്റവും നല്ല സഭയിൽ ഇരുന്നുകൊണ്ട് തന്നെ
ബാബിലോണിന്റെ ആത്മാവിനാല് പിടിക്കപ്പെട്ടവരായി തീർന്നു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള ഒരു ജഡവ നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ ആരെയും കല്ലെറിയാനല്ല, മറിച്ച് നമ്മളുടെ ഉള്ളില്, നമ്മളുടെ കുടുംബത്തില്, നമ്മളുടെ സഭയില് ആ ബാബിലോണി ആത്മാവിന്റെ സ്വാധീനം വരാതെ തക്കവണ്ണം നമ്മളെ കർത്താവിന്റെ കാന്തയായിട്ട് ഒരുക്കപ്പെടുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും പിന്നെ വെളിപാട് 19-ാം അധ്യായത്തില് അവിടെ അവിടെ ഈ ബാബിലോണിന്റെ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞ് അവര് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം പറയുന്ന കാര്യങ്ങളൊക്കെ, ഹല്ലേലൂയ എന്നുള്ള വാക്ക് വെളിപാട് 19-ാം അധ്യായത്തിൽ മാത്രമേ ബൈബിളിൽ വരുന്നുള്ളൂ. അത് പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്നുള്ള അർത്ഥത്തിൽ എബ്രായ ഭാഷയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ആ ഹല്ലേലൂയ എന്ന് പറയുന്ന ആ ഒരു പദം, അത് നമ്മളിവിടെ വെളിപാട് 19-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങളില്ല 4 തവണ അത് കാണുന്നത്. അവിടെ കാന്ത മണവാളനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ വെളിപാട് 19-6 മുതലുള്ള കാര്യങ്ങളിലൊക്കെ കാണുന്നത്. പിന്നെ യേശുവിന്റെ രണ്ടാമത്തെ വരവെങ്കിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ 11-ാം അധ്യായത്തിൽ കർത്താവ് വെള്ളക്കുതിരമേൽ വരുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ വായിച്ചു. അതിനുശേഷം കർത്താവ് ചെയ്യാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള സൂചനകളൊക്കെ ആ വെളിപാട് 19-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചിട്ട് വെളിപാട് 20-ാം അധ്യായത്തിൽ ആ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് 1000 വർഷക്കാലം സാത്താനെ പിടിച്ച് കൂട്ടിലടയ്ക്കുന്ന കാര്യം, അതായത് അതിഥികളൊക്കെ വരുമ്പോൾ പട്ടിയെ പിടിച്ച് കൂട്ടിലടയ്ക്കുന്ന പറയുന്നത് പോലെ സഹസ്രാബ്ദ വാഴ്ച കർത്താവ് ഈ ഭൂമിയിൽ 1000 വർഷക്കാലം ശല്യമൊന്നും കൂടാതെ ഭരിക്കാൻ വേണ്ടി ഈ സാത്താനെ പിടിച്ചങ്ങ് അഗാധത്തില്, എബിസില് ഇടുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ സഹസ്രാബ്ദ വാഴ്ച ഈ ഭൂമിയിൽ തന്നെ കർത്താവ്, ഈ ഭൂമിയിൽ തന്നെ, പുതിയ ആകാശം പുതിയ ഭൂമിയും പിന്നീട് വരുന്നത്, ഈ ഭൂമിയിൽ തന്നെ കർത്താവ് 1000 വർഷക്കാലം കർത്താവിന്റെ ആ ഒരു സദ്ഭരണം യഥാർത്ഥത്തിൽ ഏത് ഭരണാധികാരിയും ലജ്ജിപ്പിക്കത്തക്ക വണ്ണം, ഏത് ഭരണാധികാരിയും ചിന്തിപ്പിക്കത്തക്ക വണ്ണം ഏറ്റവും നല്ല ഭരണം കർത്താവ് കാഴ്ചവെക്കുന്നത് കർത്താവിന്റെ കൂടെ അന്ന് ഭരണം പങ്കിടാൻ വേണ്ടിയാണ്. അതായത് കർത്താവിന്റെ കൂടെ അന്ന് വാഴാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുന്നത്. ഇന്ന് ആത്മാവിന്റെ തലത്തില് പാപത്തിന് മേലെ, അതായത് ലോകത്തിനെയും ജഡത്തിനെയും പിശാചിന്റെയും മേലെ ഇന്നേ നമ്മൾ വാഴുന്നവരാണ് അന്നും കർത്താവിന്റെ കൂടെ ഭരണകർത്തൃത്വം നടത്തുന്നത്. അതാ കർത്താവിന്റെ കൂടെ വാഴുന്ന കാര്യമൊക്കെ വെളിപാട് 20-ന്റെ 4-6 വാക്യങ്ങളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചല്ലോ. അങ്ങനെ ആ സഹസ്രാബ്ദ വാഴ്ചയും കഴിഞ്ഞ് പിന്നെയും പിശാചിനെ തുറന്നു വിടുമ്പോഴത്തേക്കും പിശാച് എല്ലാവരെയും കൂടെ പോയി വഞ്ചിക്കുന്നു. വലിയൊരു യുദ്ധം ഉണ്ടാവുന്നു എന്ന് പറയത്തക്കൊണ്ടൊന്നുമില്ല. എന്നുവെച്ചാല് പിശാചിന്റെ കൂടെ പോകുന്നവരെ വലിയൊരു അഗ്നി വന്നങ്ങ് ദഹിപ്പിച്ച് കളയുന്ന കാര്യമാണ് വെളിപാട് 20-9 വായിക്കുന്നത്. പിന്നെ ആ പിശാചിന്റെ അന്ത്യം ഏറ്റവും വ്യക്തമായിട്ട് വളരെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ സിമ്പിളായിട്ട് നമ്മുടെ ബൈബിളിൽ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്, വെളിപാട് 20-ന്റെ 10-ാമത്തെ വാക്യം. ഇന്ന് പലർക്കും പിശാചിനെ പേടിയാണെന്നാ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പിശാച് നമ്മളെ പേടിക്കണം. എന്ന് വെച്ചാൽ പിശാചിന്റെ അന്ത്യം എന്താന്നുള്ള കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? വെളിപാട് 20-ന്റെ 10-ാമത്തെ വാക്യം, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. മൃഗവും കള്ളപ്രവാചകന്മാരും ഓൾറെഡി ഈ 1000 വർഷം തുടങ്ങുന്നതിന് മുമ്പേ, സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്നതിന് മുമ്പേ അവരെ പിടിച്ച് അതിനകത്ത് ഇട്ടായിരുന്നു, ഈ തീപ്പൊയ്കയിൽ, ലേക്ക് ഓഫ് ഫയറിൽ. അവര് സാത്താന് വേണ്ടി സിറ്റി പിടിച്ച് വെച്ചേക്കോ, ഇംപേഷ്യന്റ് ആയിട്ട് വളരെ ക്ഷമയോടെ, എന്നാ ഇനി സാത്താനും കൂടെ ഇങ്ങോട്ട് വന്ന് വീഴുന്നേ. അപ്പൊ ഈ മൃഗവും കള്ളപ്രവചകനെയും കിടക്കുന്ന ആ തീപ്പൊയ്കയിലിട്ട് ഈ സാത്താനും കൂടെ പിടിച്ചിടുന്ന കാര്യം, ഈ വഞ്ചകനെ വഞ്ചിച്ച് പിശാചിനെ പിടിച്ച് തള്ളിയിടുന്ന കാര്യമൊക്കെ നമ്മളവിടെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. വെളിപാട് 20-ന്റെ 10 പറയുന്ന എന്നേക്ക് രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും, എന്നേക്കുമായിട്ടുള്ള പിശാചിന് ന്യായവിധി. അവന്റെ തല ഇന്നേ തകർക്കപ്പെട്ടതാ. കാൽവരി കുരിശിലെ കർത്താവ് അവന്റെ തല തകർത്തു എന്നുള്ള കാര്യം നമ്മളവിടെ വെളിപാട് 3-ന്റെ 16, വെളിപാട് 3-ന്റെ 15 തന്നെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ളൊരു പ്രവചനം നമ്മൾ വെളിപാട് 3-ന്റെ 15 തന്നെ വായിക്കുന്നുണ്ട്. ആദാമും ഹവ്വയും പാപം ചെയ്ത സമയത്ത് തന്നെ ദൈവം അത് പ്രവചനാത്മാവില് അത് അവരോട് പറഞ്ഞു. ഇസ്രയേലിന്റെ സന്തതിയായിട്ട് യേശു വന്ന് പിശാചിന്റെ തല, ആ പാമ്പിന്റെ തല തകർത്തു, പാമ്പിന്റെ വാലാട്ടിക്കൊണ്ട് ആൾക്കാരെ പേടിപ്പിച്ചും വഞ്ചിച്ചും ഒക്കെ ഇരിക്കുവാണ്. എന്ന് പിശാചിന്റെ തല തകർക്കപ്പെട്ടു എന്ന് അറിഞ്ഞ് വിശ്വാസികളായിട്ടുള്ള നമ്മൾ ഈ പിശാചിന്റെ തലമണ്ടയ്ക്ക് ഒന്നുകൂടി നല്ല ചവിട്ടി നമ്മളുടെ കീഴിൽ വേഗം സമാധാനത്തിന് ദൈവം പിശാചിനെ ചതച്ചരച്ച് കളയുമെന്നൊക്കെയാണ് നമ്മൾ റോമർ 16-ന്റെ 20-ാമത്തെ വാക്യത്തിൽ, ദ ഗോഡ് ഓഫ് പീസ് ആൻഡ് ദ ഗോഡ് ഓഫ് പീസ് വിൽ സൂൺ ക്രഷ് സേറ്റൻ അണ്ടർ അവർ ഫീറ്റ്. നമ്മളുടെ കാൽക്കീഴിൽ തന്നെ ഈ സമാധാനത്തിന് ദൈവം പിശാചിനെ വേഗം കാൽക്കീഴിൽ ചതച്ചരച്ച് കളയും. എങ്ങനെ ചതച്ചരച്ച് കളയണമെങ്കിൽ സമാധാനത്തിന് ദൈവം നമ്മളെ ഹൃദയത്തിൽ അങ്ങ് നിറയപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സമാധാനം. ദൈവത്തിന്റെ സമാധാനം പരിശുദ്ധാത്മാവിലൂടെ നമ്മളിൽ നിന്ന് നിറയുമ്പോൾ
പിശാച് നമ്മുടെ കാൽക്കീഴിൽ ചതച്ചരയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം പിശാചിന്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. അവന് ഓൾറെഡി തോൽപ്പിക്കപ്പെട്ട ശത്രുവായി. ഇനിയിപ്പം എത്രയും വേഗത്തിൽ ഈ ചത്ത പാമ്പിനെ, തല തകർക്കപ്പെട്ട പാമ്പിനെ, അവന് ഇന്ന് ശക്തിയുണ്ട്, അവൻ പല കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട്. എന്നാൽ ആ ശക്തിയുടെ മേലൊക്കെ നമുക്ക് അധികാരം തന്നിരിക്കുന്നു എന്നൊക്കെയാണ് വെളിപാട് 19 ലൂക്കോസ് 19 10-ാമത്തെ വാക്യത്തില് ഐ ഗിവ് യു അതോറിറ്റി ഓവർ ഓൾ ദ പവർ ഓഫ് ദ ഈവിൾ വൺ എന്നുള്ളൊരു കാര്യം, ടു ട്രാമ്പിൾ അണ്ടർ ഫുഡ് സ്കോർപ്പിയൻസ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ലൂക്കോസ് 19 നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള വാക്യമാണെങ്കിൽ ഒന്നുകൂടെ അതെടുത്ത് വായിച്ചോട്ടെ. ലൂക്കോസ് 19 10-ാമത്തെ വാക്യം, നത്തിങ് വിൽ എൻജോയ് യു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ലൂക്കോസ് 10-ാം അധ്യായത്തിന് ഞാൻ 19:10 പറഞ്ഞു തോന്നുന്നു. ലൂക്കോസ് 10-ന്റെ 19-ാമത്തെ വാക്യമാണേ. ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവന് ബലം ഉണ്ടായിരിക്കും, അവന് പവർ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ദൈവം അധികാരം തരുക ചെയ്യുന്നത്. അതാ അധികാരം തരുന്നു. അതെ, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ആൻഡ് നത്തിങ് വിൽ എൻജോയ് യു. കർത്താവിന്റെ ആ വലിയൊരു പ്രോമിസ് നമ്മളവിടെ കാണുന്നുണ്ട്. ആ ഒരു ശത്രുവിന്റെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള ഒരു അധികാരത്തോടു കൂടിയാണ് ഇന്ന് ദൈവമക്കളായിട്ടുള്ള നമ്മൾ ജീവിക്കേണ്ടതായിട്ടുള്ള. ലൂക്കോസ് 10-ന്റെ 19-ാമത്തെ വാക്യം. തിരിച്ചപ്പം നമ്മൾ വെളിപാട് 20-ാം അധ്യായത്തിന് അവസാനം ഈ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന ആ ഒരു അന്തിമ ന്യായവിധിയെക്കുറിച്ച്, ആ ഒരു വലിയൊരു വെള്ള സിംഹാസനത്തിലുള്ള ഒരു ന്യായവിധിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പായിട്ട് കർത്താവ് രണ്ടാമത് വരുന്നു. സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് വിശ്വാസികൾക്കുള്ള പ്രതിഫലം എന്നുള്ളൊരു കാര്യം നമ്മൾ വെളിപാട് 11-ന്റെ 15 നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് 11-ന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ, അതിന്റെ 17-18 വാക്യങ്ങളിലേക്ക് വിശ്വാസികളുടെ പ്രതിഫലം, ദൈവമക്കൾക്കുള്ള പ്രതിഫലം കർത്താവ് കൊണ്ടുവരുന്ന ഒരു കാര്യം, കർത്താവ് പ്രതിഫലം കൊടുക്കുന്ന ഒരു കാര്യം, ചെറിയവർക്കും വലിയവർക്കും ഒക്കെ പ്രതിഫലം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അതിന്റെ വെളിപാട് 11-ന്റെ 18 നമ്മൾ വായിക്കുന്നുണ്ട്. സഹസ്രാബ്ദ വാഴ്ചയുടെ തുടക്കത്തിൽ കർത്താവ് രണ്ടാമത് വരുന്നു. മേഘാരൂഢനായിട്ട് മേഘത്തെ വാഹനമാക്കിക്കൊണ്ട് കർത്താവ് വരുന്നു. നമ്മൾ കർത്താവിനോടുകൂടി ചേർക്കപ്പെടുന്നു. കർത്താവ് ഭൂമിയിലേക്ക് ഒലിവ് മലമേലെ കാലുകുത്തുന്ന കാര്യമൊക്കെ നമ്മൾ സെക്രിയാവ് 14-ന്റെ 4-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അവിടെ അർമഗദോൻ യുദ്ധം, അതിനുശേഷം വിശ്വാസികൾക്കുള്ള പ്രതിഫലം, കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമാണ് അവിശ്വാസികളുടെ ന്യായവിധി. അവിടെ ജീവന പുസ്തകങ്ങളും തുറക്കപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ വെളിപാട് 20-ന്റെ 12 നമ്മൾ വായിച്ചു. ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തുള്ള ന്യായവിധി ഉണ്ടായതായിട്ട് വായിക്കുന്നു. രണ്ടാമത്തെ മരണം തീപ്പൊയ്ക. ഒന്നാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള മരണം. എന്നാൽ നമ്മൾ 2 പ്രാവശ്യം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരണത്തിന്റെ ആവശ്യമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ, 2 പ്രാവശ്യം നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു, വീണ്ടും ജനിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കർത്താവ് വരുന്നതിന് മുമ്പേ നമ്മൾ മരണപ്പെടുവാണെങ്കിൽ ഒരു മരണമേ ഉള്ളൂ. എന്നാൽ നമ്മൾ 2 പ്രാവശ്യം ജനിച്ചിട്ടില്ല, ഒരു പ്രാവശ്യം നമ്മൾ സാധാരണ ഒരു ഭൗതിക ജനനം മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അക്ഷരികമായിട്ടുള്ള മരണവും പിന്നീട് നിത്യമായിട്ടുള്ള ഒരു രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് അവിടെ 14-ാമത്തെ വാക്യം വെളിപാട് 20-ന്റെ 14 നമ്മൾ വായിച്ച്. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ വെളിപാട് 20-ന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിച്ചിട്ട്, പിന്നെ ഒരു പുതിയ അധ്യായം, പുതിയൊരു തുടക്കം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് പറഞ്ഞ് യോഹന്നാൻ പ്രവചനാത്മാവിൽ അന്നേ കണ്ടു. ഇനിയും വരാനിരിക്കുന്ന, ഇനിയും കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. അതിനുശേഷമുള്ള 1000 വർഷക്കാലം ഭരണം, അതിനുശേഷമുള്ള പുതിയ ആകാശം എന്നുള്ള ഔറാനോസ് എന്നുള്ള ആ ഒരു പദം അവിടെ സ്വർഗവും എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദം. അപ്പം അത് ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്, പുതിയ ആകാശം, പുതിയ സ്വർഗവും പുതിയ ഭൂമിയിൽ നിന്നും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പുതിയ ആകാശവും പുതിയ ഭൂമി എന്നുള്ളത് പുതിയ സ്വർഗവും പുതിയ ഭൂമിയിൽ നിന്നും നമുക്ക് പരിഭാഷപ്പെടുത്താവുന്ന വാക്കാണ്. ഇപ്പം സാഗ്ബറിന്റെ അന്തിമ വിജയം പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അതിന്റെ എക്സ്പ്ലനേഷനും ജഗ്ബേർ ഇപ്പം വായിക്കുമല്ലോ. അജ്ബേർ അതിന്റെ കറസ്പോണ്ടിങ് പോർഷൻ ഡിസ്പ്ലേ ചെയ്യുമല്ലോ. അധ്യായം 21 വാക്യം 1, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വാക്യത്തോടെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ഉൽപ്പത്തി 1-ന്റെ 1. പക്ഷേ ഈ ആകാശവും ഭൂമിയും ദൂതന്മാരുടെയും മനുഷ്യകുലത്തിൻ്റെയും പാപം മൂലം മലിനപ്പെട്ടുപോയി. അതുകൊണ്ട്
ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും നശിപ്പിക്കും. 2 പത്രോസ് 3:10 നാം ഇതിനെക്കുറിച്ച് വായിക്കുന്നു. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. അത് ശക്തിയേറിയ ഒരു അണുവിസ്ഫോടനം ആയിരിക്കും. ഒരു കണിക വിഭജിക്കപ്പെടുമ്പോൾ ഉത്ഭവിക്കുന്ന ഊർജം ഒരു നഗരത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ പര്യാപ്തമാണ്. അപ്പോൾ ഭൂമിയിലുള്ള മുഴുവൻ കണികകളെയും ദൈവം വിഭജിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ഊഹിക്കുക. തുടർന്ന് നമ്മുടെ ദൈവം എല്ലാം പുതുതായി ആരംഭിക്കുന്നു. അതിൽ കൂടി ആദിയിൽ എന്ന പോലെ ആകാശവും ഭൂമിയും ഉണ്ടാകും, പക്ഷേ നമ്മൾ ഉണ്ടായിരിക്കുകയില്ല. പത്രോസ് തുടർന്ന് പറയുന്നു, ഇങ്ങനെ ഇവയൊക്കെയും ആയിരിക്കയാൽ ആകാശം ചുട്ടൊഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്ത് ഉരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. 2 പത്രോസ് 3:11-12 വാക്യങ്ങൾ. ഇവിടെ പറയുന്ന ദൈവദിവസം കർത്താവിന്റെ നാളിൽ നിന്ന് വ്യത്യസ്തമാണ്. കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് യേശു വന്നു തന്റെ 1000 വർഷത്തെ ഭരണം ഭൂമിയിൽ സ്ഥാപിക്കുന്നതാണ്. കർത്താവിന്റെ നാൾ അവസാനിക്കുമ്പോൾ ആകാശവും ഭൂമിയും നശിപ്പിക്കപ്പെടുകയും ദൈവത്തിന്റെ ദിവസം ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. 2 പത്രോസ് 3:13. യേശുവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്കിടയിലും ഹൃദയത്തിൽ നീതിയില്ലാത്ത പാപികൾ ഇവിടെ ഉണ്ടായിരിക്കും. എന്നാൽ പുതിയ ഭൂമിയുമായി നിത്യത തുടങ്ങുമ്പോൾ നീതിമാന്മാർ മാത്രമേ അവിടെ കാണുകയുള്ളൂ. മുകളിൽ ഉദ്ധരിച്ച വാക്യത്തിലെ നീതി വസിക്കുന്ന എന്ന പ്രയോഗം നീതിക്ക് സ്വന്തം വീട് പോലെ തോന്നുന്ന എന്നും തർജ്ജമ ചെയ്യാം. ഒരു വീട്ടിൽ പാർക്കുന്നതും അവിടെ സ്വന്തം വീട് പോലെ തോന്നുന്നതും തമ്മിൽ അജഗജാന്തരം ഉണ്ടെന്ന് നമുക്ക് എല്ലാം അറിയാം. ചിലരുടെ വീട്ടിൽ ചെന്നാൽ നമുക്ക് സ്വന്തം വീട്ടിൽ ചെന്ന തോന്നലുണ്ടാകും. എന്നാൽ മറ്റു പല വീടുകളിൽ ചെന്നാൽ അവർ വളരെ ആതിഥ്യമര്യാദയുള്ളവരാണെങ്കിൽ കൂടി സ്വന്തം വീടിന്റെ പ്രതീതി അനുഭവപ്പെടുകയില്ല. നീതിക്ക് ഇന്ന് ഈ ഭൂമിയിൽ സ്വന്തം വീടിന്റെ സുഖം തോന്നുന്നുണ്ടാകുകയില്ല. എന്നാൽ ഒടുവിൽ പുതുവാന ഭൂമിയിൽ നീതിക്ക് സ്വന്തം വീട്ടിൽ ചെന്ന പ്രതീതി കൈവരും. ആ ദിവസം സമാഗതം ആകുന്നു. നമ്മെ ആ രാജ്യത്തിനായി ഒരുക്കുവാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. 2 കൊരിന്ത്യർ 5:17. വെളിപ്പാട് 21 നാം കാണുന്നതും ഇതേ പുതു സൃഷ്ടി തന്നെ. പുതുവാന ഭൂമിയുടെ സൃഷ്ടിപ്പിൽ അവിടുന്ന് ചെയ്യുന്ന അതേ സൃഷ്ടിപ്പിൻ പ്രവൃത്തി തന്നെയാണ് നമ്മെ അവിടുത്തെ മക്കളാക്കുമ്പോഴും അവിടുന്ന് ചെയ്യുന്നത്. തൻ്റെ രാജ്യം അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്നിവയുള്ള ഒരു രാജ്യം, നീതിക്ക് സ്വന്തം വീട് പോലെ തോന്നുന്ന സ്ഥലം. നീതിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം വീടിന്റെ പ്രതീതി ഉളവാക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ പുതിയ സൃഷ്ടിയുടെ ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് കണക്കാക്കാം.
നേരെ മറിച്ചല്ല. പഴയ ആകാശവും ഭൂമിയും ദൈവം ഒരു നാൾ തീക്ക് ഇരയാക്കുന്നത് പോലെ നമ്മിലുള്ള ആദാമ്യ സ്വഭാവത്തിന്റെ അവശിഷ്ടങ്ങളെയും ദൈവം ദഹിപ്പിച്ച് നമ്മെ പരിപൂർണമായും യേശുവിനെ പോലെ ആക്കി തീർക്കും. നമ്മെ പുതുവാന ഭൂമിക്കായി തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ അങ്ങനെ ചെയ്യുന്നത്. ക്രിസ്തു നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവം ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്ന പ്രവൃത്തി അതാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 14:2. പാപവും അനീതിയും കൊണ്ട് മനം മടുത്തവരും നീതിക്കായി ദാഹിക്കുന്നവരുമായ ആളുകൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാനാണ് അവിടുന്ന് പോയത്. യേശു താൻ തന്നെ നീതിയെ സ്നേഹിക്കുകയും അകൃത്യത്തെ ദ്വേഷിക്കുകയും ചെയ്തു. തന്റെ അതേ മനോഭാവം ഉള്ളവർക്കാണ് അവിടുന്ന് ആലയം ഒരുക്കുന്നത്. അപ്പൊ നമ്മള് വെളിപാട് 21 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയും അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ സാക്ലറിന്റെ ആ ഒരു അന്തിമവചന പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയും ചെയ്തല്ലോ. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ആ അപ്പോസ്തലനുള്ള ആ ഒരു വലിയ ഒരു ഭാഗ്യപദവി നമ്മൾ നോക്കുവാണെങ്കിൽ ആ പ്രവചനാത്മാവില് അദ്ദേഹം കണ്ടു. അതാ പറയുന്നത്, ഞാൻ പുതിയ സ്വർഗവും പുതിയ ആകാശവും എന്നുള്ളത് ഔറാനോസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഔറാനോസ് എന്നുള്ള ആ പദം സ്വർഗമെന്നും ഭൂമിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്, അങ്ങനെ ഇംഗ്ലീഷ് ബൈബിൾസിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്ന സത്യപദ പുസ്തകത്തിൽ പുതിയ ആകാശം എന്നാണെങ്കിലും പുതിയ സ്വർഗം, ആ ഒരു പുതിയ സ്വർഗം പുതിയ ഭൂമി എല്ലാം പുതുതാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. സഹസ്രാബ്ദ വാഴ്ചയിൽ പോലും എന്തുണ്ടായിരുന്നു? മരണമൊക്കെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ ഭരണമാണ് സഹസ്രാബ്ദ വാഴ്ചയിൽ. ഈ ഭൂമി തന്നെയാണ് സഹസ്രാബ്ദ വാഴ്ചയിലെ കർത്താവിന്റെ ഭരണം. 1000 സഹസ്രാബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? സഹസ്രം മീൻസ് 1000, അബ്ദം എന്ന് പറഞ്ഞ വർഷം. 1000 വർഷക്കാലമുള്ള കർത്താവിന്റെ ഭരണം ഈ ഭൂമിയിൽ വെച്ച് തന്നെ. എന്നാൽ വീണ്ടും ജനനം പ്രാപിക്കാത്തവർ, അല്ലെങ്കിൽ രക്ഷയിൽ അവസാനം വരെ നിലനിൽക്കാത്തവര്, അങ്ങനെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെല്ലാം തീപ്പൊയ്കയിൽ ഇട്ട് കളഞ്ഞ ശേഷം പിന്നീട് ഉള്ള ഒരു ശേഷിപ്പുമായിട്ടുള്ള ദൈവത്തിന്റെ ഒരു പുതിയ തുടക്കത്തെക്കുറിച്ച് നമ്മളവിടെ വായിക്കുക. ദൈവം അതിനായിട്ട് ആ ദൈവം നമ്മളെ ഒരുക്കുന്നത്, അതിനായിട്ട് നാം ഒരുക്കപ്പെടാനും നമ്മളുടെ കുടുംബത്തിലുള്ളവരെ ഒരുക്കാന്, നമ്മുടെ സഭയിലുള്ളവരെ ഒരുക്കാന്, ഇനി ദേശത്തുള്ള അനേകര് ഈ ഒരു ഒരുക്കത്തിലേക്ക് വരുവാൻ തക്കവണ്ണം അവരെ ആനയിക്കുവാനും ആഹ്വാനം ചെയ്യാനും ഒക്കെ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അപ്പൊ അതാ ഞാൻ പുതിയ എല്ലാം ഒരു പുതുമ, ഫ്രഷ്. നമ്മളെ വെളിപാട് പുസ്തകത്തിലെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മളെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴും എന്താ അവിടെ അതിന്റെ 5-ാമത്തെ വാക്യം, വെളിപാട് 21-ന്റെ 5-ാമത്തെ വാക്യത്തിൽ, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞു പോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക ഈ വചനം. അതാ നമ്മളവിടെ വായിക്കുന്നത്, എല്ലാം ഞാൻ പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ എഴുതി വെച്ചോണം. യോഹന്നാൻ അപ്പോസ്തലന് അത്രയും വയസ്സ്, 90-ലേറെ വയസ്സുള്ള ആള്. അപ്പം എല്ലാം എഴുതി. അതുപോലെ തന്നെ അപ്പം തന്നെ എഴുതി വെച്ചില്ലെങ്കിൽ ഗ്രാഫോ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എഴുതുക എന്നുള്ളതിന്റെ ഗ്രീക്ക് പദമാണ് ഗ്രാഫോ. നമ്മളിപ്പം എന്താണ് ഗ്രാഫിക് ഡീറ്റെയിൽസ് എന്നോ ഓട്ടോഗ്രാഫ് എന്നോ ഗ്രാഫ് പേപ്പർ എന്നൊക്കെ നമ്മൾ പറയും. ഗ്രാഫോ അങ്ങനെ 12 തവണയൊക്കെ യോഹന്നാനോട് പറയുന്ന ആ ഒരു കാര്യത്തില് നമ്മള് യോഹന്നാനോട് 12 തവണയൊക്കെ എഴുതാൻ പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പം ഇത് എല്ലാം പുതുതാക്കുന്നു എന്നുള്ളൊരു കാര്യവും എഴുതുക എന്നാ പറയുന്നത്. അതാ പുതിയ ആകാശം. ഇപ്പം വെളിപാട് പുസ്തകത്തിൽ മൊത്തം ഈ ഒരു പുതിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ വെളിപാട് പുസ്തകത്തിൽ തന്നെ നമ്മള് പുതിയൊരു പേരിനെ കുറിച്ച്, ദൈവം നമുക്കൊരു പുതിയ പേര്, ജയിക്കുന്നവർക്ക് പുതിയ പേരെന്നൊക്കെയുള്ള കാര്യം വെളിപാട് 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, അവിടെയൊക്കെ ന്യൂ നെയിം നൽകുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. വെളിപാട് 2:17 ജയിക്കുന്നവന് ന്യൂ നെയിം റിട്ടൺ ഓൺ ദ സ്റ്റോൺ, അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്ത ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും. ഇപ്പം ജയിക്കുന്നവർക്കൊരു പുതിയ പേരുണ്ട്.
ഇന്ന് ചിലർക്ക് സ്വന്തം പേരിനെ കുറിച്ചൊന്നും അത്ര എനിക്ക് ഈ പേരല്ല വേറൊരു പേര് വേണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ ഇന്ന് അവിടെ ഒരു ആലങ്കാരിക ഭാഷയിൽ ഒരു ആ, ദൈവം നമുക്കൊരു പുതിയ പേര്, ആ, അത് ഇന്ന് തന്നെ ആത്മീയമായിട്ട് ദൈവം നമുക്ക് ആ ഒരു മണവാട്ടിയോടെ മണവാളിനെ വിളിക്കുന്ന ഒരു ചെല്ലപ്പേര്, ഒരു ഓമന പേര് എന്നുള്ള നിലയിൽ ഒരു പുതിയ പേര്, ജയിക്കുന്നവന് നൽകുന്ന പുതിയ പേര് നമ്മൾ വെളിപാട് 2:17 വായിക്കുന്നുണ്ട്. പിന്നെ പുതിയ പാട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് 14 രണ്ടാമത്തെ വാക്യത്തിലൊക്കെ പുതിയ പാട്ട് പാടി എന്ന് വെച്ചാൽ ഇതുവരെ പാടാത്ത പാട്ടെന്നല്ല, ഓരോ പാട്ടും ഒരു ഫ്രഷ്, പുതിയ എന്നുള്ള ആ ഒരു വാക്ക് ഫ്രഷ് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ്. ന്യൂ സോങ് അല്ലെങ്കിൽ ഫ്രഷ് സോങ്. അവര് 1000 പ്രാവശ്യം പാടിയിട്ടുള്ള പാട്ടായിരിക്കും, എന്നാൽ ഓരോ പ്രാവശ്യവും അത് പരിശുദ്ധാത്മാവിന്റെ നിറവിലാവുമ്പോൾ അത് പുതിയ പാട്ടാണ്, ഫ്രഷ്. കൈനോസ് എന്ന് പറഞ്ഞൊരു വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ പുതിയ എന്നുള്ള വാക്ക്. കൈനോസ് എന്ന് പറഞ്ഞാൽ ഫ്രഷ്, റീസെന്റ് മെയ്ഡ്, റീസെന്റ്, അൺയൂസ്ഡ് എന്നൊക്കെ അതിന്റെ ആ വാക്കിന്റെ അർത്ഥം. അപ്പം ആ കൈനാസ് അല്ലെങ്കിൽ കൈനാസ് എന്നുള്ള പദം ഒരു പുതിയ പുതിയ പാട്ട്, പുതിയ പേരുണ്ട്, പുതിയ പാട്ടുണ്ട്. ഇപ്പം ദേ ഇവിടെ പുതിയ ആകാശം അല്ലെങ്കിൽ പുതിയ സ്വർഗം, പുതിയ ഭൂമി, എല്ലാം പുതിയതായിരിക്കുന്നു. അതുപോലെ നമ്മൾ യെശയ്യാവ് 43 അധ്യായത്തിന്റെ 19 വാക്യത്തില് പ്രവചനാത്മാവിലെ യേശാവ് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാഥമികമായിട്ടും നമ്മളുടെ ജീവിതത്തിലും സഭയിലും പിന്നീട് ഒരു അളവിൽ സഹസ്രാബ്ദ വാഴ്ചയിലും പിന്നെ അതിന്റെ പാരമ്യത്തില് ഈ പുതിയ ആകാശവും അല്ലെങ്കിൽ പുതിയ സ്വർഗവും പുതിയ ഭൂമിയും വരുമ്പം അതിന്റെ പാരമ്യത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മള് യെശയ്യാവ് 43 അധ്യായം നമ്മളുടെ ജീവിതത്തിലൊക്കെ പലവിധമായിട്ടുള്ള വീഴ്ചകളും തോൽവികളും ഒക്കെ വന്ന് നമ്മളങ്ങനെ നിരാശപ്പെട്ട് ഇനിയൊക്കെ കർത്താവ് ആഗ്രഹിക്കുന്നവണക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ, എത്ര പ്രാവശ്യം ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക, എത്ര പ്രാവശ്യം ഇതൊക്കെ പാടുന്നു, എത്ര പ്രാവശ്യം ഇതൊക്കെ അങ്ങനെയൊക്കെ, അങ്ങനെ ഒരു നിരാശയുടെ വാക്കുകളാണ് പിശാച് നമ്മുടെ ഹൃദയത്തിൽ വന്ന് മന്ത്രിക്കാനായിട്ട് നോക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നത് എന്താ? ഞാൻ പുതിയൊരു പ്രവൃത്തി ചെയ്യും. ആരോ പറഞ്ഞതുപോലെ ഗ്രോത്ത് ഇസ് എ സീരീസ് ഓഫ് ന്യൂ ബിഗിനിങ്സ്. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ അങ്ങ് പോകണമെന്നില്ല എപ്പോഴും. എന്നാൽ ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമുണ്ട്. ഇനി അഥവാ നമ്മൾ വീണു പോയാൽ പോലും അവിടെയും നമ്മൾ പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് അതീവ ദുഃഖത്തോടെ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ച് കർത്താവിലേക്ക് ഓടി അണയുമ്പോൾ അവിടെ ഒരു പുതിയ തുടക്കമുണ്ട്. പുതിയ തുടക്കങ്ങളുടെ ഒരു ദൈവമാണ് കർത്താവ്. യെശയ്യാവ് 43 എല്ലാവരും എടുത്തായിരിക്കും, മിക്കവർക്കും പരിചയമുള്ള വാക്യമായിരിക്കും. ആർക്കെങ്കിലും പരിചയമില്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മളത് നമ്മുടെ ബൈബിളിൽ അടയാളപ്പെടുത്തണം. 43 അധ്യായം യെശയ്യാവ് 43 19 വാക്യം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഐ വിൽ ഡു സംതിങ് ന്യൂ. അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും, മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് അസാധ്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കർത്താവ് എന്നാണ്. ഹി സ്പെഷ്യലൈസസ് ഇൻ ദ ഇമ്പോസിബിൾ. ഇപ്പം ഡോക്ടർമാര് കാർഡിയോളജിയിലും സൈക്യാട്രിയിലും ENT ഒക്കെ പല സ്പെഷ്യാലിറ്റി, ഓഫ്താൽമോളജി, സ്കിന്ന് പല സ്പെഷ്യാലിറ്റി ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇമ്പോസിബിൾ, ഡൂയിങ് ദി ഇമ്പോസിബിൾ. ഏറ്റവും അസാധ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലും അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങൾ, മാനസികമായിട്ട് അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങൾ ആത്മീയമായിട്ടും പ്രാഥമികമായിട്ടും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളുള്ള ബന്ധത്തിലും എല്ലാം കർത്താവ് അത് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യാശയുടെ ഒരു ദൈവം. അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും. നിർജ്ജന പ്രദേശത്ത് എങ്ങനെ നദികൾ വരുന്നേ? അതാ റോഡ് വേ ഇൻ ദ വിൽഡർനെസ്, റിവേഴ്സ് ഇൻ ദ ഡെസേർട്ട്. അത് കർത്താവ് പുതിയതായിട്ട് ചെയ്യുന്നൊരു കാര്യം. അതിന്റെ 18 വാക്യം, അതിന്റെ തൊട്ട് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. മുമ്പുള്ള ആ ഒരു പിമ്പിലുള്ളതേ മറന്ന് മുമ്പിലുള്ളതിലേക്ക് ആയിന്യം കൊണ്ട് എന്ന് നമ്മള് ഫിലിപ്പിയർ 3:12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പിമ്പിലുള്ള പരാജയങ്ങളും വീഴ്ചകളും ഈവൻ നേട്ടങ്ങളും ഉണ്ട്. അപ്പം പരാജയങ്ങളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊള്ളുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ട് ഒരു കുറ്റബോധത്തിന്റെ ആത്മാവിലിരിക്കേണ്ട കാര്യമില്ല. കർത്താവ് ക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല, യാതൊരു കോണ്ടംനേഷൻ, ദെയർ ഇസ് നോ കോണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. റോമർ 8:1 വാക്യം നമുക്കറിയാം. അപ്പം പഴയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. പഴയ നേട്ടങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പം നമ്മൾ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾക്ക് കർത്താവിന് എല്ലാ മഹത്വം കൊടുത്ത് നമ്മുടെ കർത്താവിന് നന്ദി പറയുന്നു. അവർ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്, സങ്കീർത്തനം 103:2. ചീത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാഡ് തിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ വീഴ്ചകൾ, നമുക്ക് വേദന ഉണ്ടാക്കിയ പല നുറുങ്ങുന്ന പല അനുഭവങ്ങളും കാര്യങ്ങളും, അതിൽ നല്ല ഒരു പാഠം ഉൾക്കൊണ്ട് അതിൽ നിന്ന് കൂടുതൽ താഴ്മയുള്ളവരായിട്ട്, കൂടുതൽ ദൈവാശ്രയമുള്ളവരായിട്ട് ആയിത്തീർന്ന് അങ്ങനെ പഴയതിനെ വീണ്ടും വീണ്ടും നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ള വേയിൽ അതിനെ നോക്കി
കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വേണ്ട. എന്നാൽ പൂർവ്വപാപങ്ങളുടെ ശുദ്ധീകരണം നമ്മൾ മറക്കരുത്. പൂർവ്വപാപങ്ങളെ ഓർത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നില്ല. എന്നാൽ പൂർവ്വപാപങ്ങളുടെ ശുദ്ധീകരണം, പൂർവ്വപാപങ്ങളിൽ നിന്ന് കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ തന്നെ വിടുവിച്ചുകൊണ്ട് വന്നു എന്നുള്ള കാര്യം, ആ നല്ല കാര്യങ്ങൾ ദൈവം വിടുവിച്ച ആ ശുദ്ധീകരിച്ച കാര്യം, അത് നന്മയോടെ നന്ദിയോടെ നമ്മൾ ഓർക്കണം. ഡു നോട്ട് forget the പ്യൂരിഫിക്കേഷൻ ഫ്രം യുവർ ഫോമർ സിൻസ്. 2 പെത്രോസ് 1:9 വാക്യം, 2 Peter 1:9 പൂർവ്വപാപങ്ങളുടെ ശുദ്ധീകരണം നമ്മൾ മറന്നുപോയാൽ നമ്മുടെ ഹ്രസ്വദൃഷ്ടിയുള്ളവരായി പോകും, നമ്മുടെ ആത്മീയമായിട്ടുള്ള കാഴ്ച ഇല്ലാത്തവരായി പോകും. എന്നാൽ ദൈവം എന്തെല്ലാം ഇതിൽ നിന്നെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നു, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു, ഓരോന്നിൽ നിന്ന് ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. അതെല്ലാം ശരി തന്നെ. എന്നാൽ പഴയ കാര്യങ്ങൾ ഒരു കുറ്റബോധത്തിന്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ എത്ര വലിയ ആത്മീയനായ മനുഷ്യനാണ്, ഞാൻ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തു, എന്തെല്ലാം ത്യാഗങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തു, ഞാൻ എത്ര വലിയ ആത്മീയമായിട്ടുള്ള, എനിക്ക് എത്ര ആത്മീയ പാരമ്പര്യം, ആത്മീയമായിട്ടുള്ള പല ശുശ്രൂഷകള് ഞാൻ ദൈവത്തിനായിട്ട് എത്ര പ്രയോജനപ്പെട്ടു എന്നൊക്കെ, അതൊരു നിഗളത്തിന്റെ, ദൈവത്തോടുള്ള നന്ദിയുടെ ഒരു ഇതിലല്ല, മറിച്ച് നിഗളത്തിൽ നമ്മളെ തന്നെ ഉയർത്തുന്ന രീതിയിലൊക്കെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്. പഴയ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട എന്ന് പറയുമ്പം ആ ഒരു കുറ്റപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള ഓർമ്മയും വേണ്ട, നിഗളിക്കുന്ന രീതിയിലുള്ള ഓർമ്മയും വേണ്ട, മറിച്ച് മുന്നറിയിപ്പായിട്ട് പാഠങ്ങൾ ഉൾക്കൊണ്ട് നന്ദിയോടെ നമുക്ക് ആ കാര്യങ്ങളിൽ നിന്ന് ഒരു പാഠങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് നോക്കാം. കർത്താവിലേക്ക് വിശ്വാസനായകനെ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കി എബ്രായർ 12:2 നമ്മൾ വായിക്കുന്നില്ല. അതാ ഇവിടെ നമ്മൾ യെശയ്യാവ് 48:43 മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇന്നു മുതൽ കർത്താവെ അവിടുന്ന് പുതിയതായിട്ടൊന്ന് ചെയ്യണമേ. ഇന്ന് മാത്രമല്ല, ഓരോ ദിവസവും കർത്താവ് പുതുക്കത്തിന്റെ ഓരോ ദിവസവും നമ്മൾ രാവിലെ തോറും എഴുന്നേൽക്കുമ്പോൾ രാവിലെ തോറും കർത്താവ് നമ്മളെ വിളിച്ചുണർത്തുന്ന കാര്യമൊക്കെ യെശയ്യാവ് 50:4 നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള വാക്യമാണ്. അപ്പോഴെല്ലാം കർത്താവിൽ നിന്ന് കേട്ട് ഒരു പുതിയ തുടക്കത്തോടെ ഇന്ന് നമ്മൾ ഈ മീറ്റിങ്ങിലെ കർത്താവിന്റെ വചനം കേൾക്കുമ്പോഴും കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാര്യം ചെയ്യുന്നുള്ളൊരു പ്രത്യാശയോടെ, അതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. നമ്മൾ തിരിച്ച് വെളിപാട് 21 നമുക്ക് വരാം. കറന്റ് ലൊക്കേഷൻ എവിടെ എത്തി? വെളിപാട് 21:1 വാക്യം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും അല്ലെങ്കിൽ ഒന്നാമത്തെ സ്വർഗവും ഒന്നാമത്തെ ഭൂമിയൊക്കെ ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. ആദിയിൽ ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? ആകാശവും ഭൂമിയും സമുദ്രവും സൃഷ്ടിച്ചെന്നാണ് നമ്മുടെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇല്ല, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പിന്നീട് 2ാമത്തെ വാക്യം ആയപ്പോഴത്തേക്ക് എന്തായിപ്പോയി? ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ദൈവം ഒന്നും പാഴും ശൂന്യമായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ലെന്ന് യെശയ്യാവിലെ പ്രവചനവാക്യം നമുക്കറിയാം. എന്നാൽ ഭൂമി പാഴും ശൂന്യമായി പോയി എന്ന് പറയുമ്പം ദ എർത്ത് ബിക്കെയിം ഫോംലെസ് ആൻഡ് വോയിഡ് എന്ന അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എബ്രായ പരിഭാഷ വേണ്ടത്. പാഴും ശൂന്യമായി ഇരുന്നു, ആയി തീർന്നു എന്നാണ് അവിടെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള എബ്രായ പരിഭാഷ വേണ്ടത്. അപ്പം ഭൂമി ലൂസിഫറിന്റെ പിശാചായി തീർന്നവനായ വലിയ ദൂതനായിരുന്നു, ദൂതന്മാരിൽ പ്രമുഖനായിരുന്ന അവൻ വീണ് ലൂസിഫർ എന്നറിയപ്പെടുന്ന അവന്റെ വീഴ്ച കാരണം ആണ് ഭൂമി പാഴായും ശൂന്യമായും പോയത്. അതിനുശേഷമാണ് അവന്റെ വീഴ്ചയോടുകൂടിയാണ് സമുദ്രം ഉണ്ടായത്. ആ സമുദ്രത്തിൽ ഉള്ള സമുദ്രവും അവയിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നമ്മൾ എവിടെ വായിച്ചു? വെളിപാട് 20:13 വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് വായിച്ചേ. വെളിപാട് 20:13 വാക്യം, സമുദ്രം തന്നെയുള്ള മരിച്ചവരെ, അത് ഒരുപക്ഷെ നോഹയുടെ കാലത്ത് ദൈവ ന്യായവിധിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ദുരാത്മാക്കളെ ആയിരിക്കാം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ അതിവിഭജന പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടു. ഉൽപ്പത്തി 6ാം അധ്യായത്തിലേക്ക് നമ്മൾ പോയായിരുന്നു. അപ്പൊ സമുദ്രം ഇന്ന് ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. അപ്പം സമുദ്രം എത്രയോ പേരുടെ ജീവൻ എടുത്തതായിട്ടും പല തരത്തിലുള്ള പല ഇൻട്രീഗിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും, പല മനുഷ്യന്റെ ബുദ്ധിക്ക് ഒതുങ്ങാത്തതായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ സമുദ്രത്തിലുണ്ട്. നമുക്ക് അതിന്റെ വലിയ വലിയ മർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല. ദൈവവചനത്തിൽ പറയുന്ന ചില സൂചനകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം എന്തായാലും ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിൽ സമുദ്രം ഇല്ലായിരുന്നു. പിന്നീട് ദൈവം ഇപ്പോൾ ഉള്ള ആകാശവും ഭൂമിയൊക്കെ മാറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്വർഗവും ഭൂമിയൊക്കെ മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ പിന്നെ സമുദ്രം ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മളോട് കാണുന്നത്. നമ്മുടെ അന്തിമവിജയം പുസ്തകത്തിന്റെ മലയാള പരിഭാഷയിൽ അവിടെ ഒരു ചെറിയ കറക്ഷൻ വന്നു, പ്രിന്റിംഗ് മിസ്റ്റേക്ക്. അതിന്റെ ആ 2ാമത്തെ പാരഗ്രാഫില് അതിൽ കൂടെ ആദിയിൽ എന്ന പോലെ ആകാശവും ഭൂമിയും ഉണ്ടാകും, പക്ഷെ നമ്മൾ ഉണ്ടായിരിക്കുകയില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ നല്ല കടൽ ഉണ്ടായിരിക്കില്ലെന്ന നമ്മൾ ഇംഗ്ലീഷ് ഫൈനൽ ട്രയംഫ് എനിക്ക് തോന്നുന്നു എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്കിൽ പറ്റിയത്. ദർ വിൽ ബി നോ സീ എന്ന അവിടെ ടാഗ്ബർ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് ട്രാൻസ്ലേഷനിൽ പറ്റിയ എന്തോ ഒരു
പ്രിന്റിങ്ങിൽ പറ്റിയ എന്തെങ്കിലും എററില്ല, നമ്മളവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ കടൽ ഉണ്ടായിരിക്കില്ല എന്ന് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ദേ വിൽ ബി നോ സീ. നമ്മൾ ഉൽപ്പത്തി 1:1 നമ്മളിപ്പം വായിച്ചു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയാണ് നമ്മളുടെ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ. എന്നാൽ ഇതെല്ലാം കൂടെ എരിഞ്ഞു പോകുന്ന കാര്യം നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് 2 പത്രോസ് 3-ാം അധ്യായത്തിലെ ആ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ കുറച്ചുകൂടെ പരിചയമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. 2 പത്രോസിലേക്ക് നമുക്ക് പോകാം. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പായിട്ട് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ അവസാനത്തെ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മളവിടെ വായിക്കുന്നത്? 2 പത്രോസ് 3:10, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. കർത്താവിന്റെ ദിവസം, കർത്താവിന്റെ വരവിനാളുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ ഇങ്ങനെ മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു. അപ്പൊ ദൈവ ദിവസം, കർത്താവിന്റെ ദിവസം എന്നുള്ള 2 പ്രയോഗം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. കർത്താവിന്റെ ദിവസം, ഡേ ഓഫ് ദ ലോർഡ് എന്നുള്ളത് യേശു കർത്താവ് 2ാമത് വരുന്ന ഒരു ദിവസത്തെ കുറിക്കുന്നതായിട്ടാണ് നമ്മൾ പ്രവചന പുസ്തകങ്ങൾ, പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലും ആ യേശുവിന്റെ 2ാമത്തെ വരവിന്റെ ദിവസത്തെ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ ദിവസം എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ദൈവ ദിവസം, ഡേ ഓഫ് ഗോഡ്, ദൈവ ദിവസം എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ദിവസത്തെ, ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും തുടങ്ങുന്ന ആ ഒരു ദിവസത്തെ കുറിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. പ്രതീക്ഷിക്കാതിരുന്ന സമയത്തായിരിക്കും അത്. കള്ളനെ പോലെ ആർക്കാ വരുന്നത്? അത് വെളിച്ചത്തിന്റെ മക്കൾക്കല്ല, ഇരുളിന്റെ മക്കൾക്ക് ആ കള്ളനെ പോലെ വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലെ അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം അത് കള്ളനെ പോലെ ആരും വിചാരിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും. അതിന്റെ നാളും നാഴികയും ആർക്കും അറിയത്തില്ല എന്നുള്ള കാര്യം കർത്താവ് തന്നെ പറയുന്നു. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന് പോലും അറിയത്തില്ലായിരുന്നു. കർത്താവ് പിന്നെ ഉയർത്തെഴുന്നതിന് ശേഷം കർത്താവ് പുനരുദ്ധാന ശരീരത്തോടു കൂടിയായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ അറിയാം എന്ന്. അങ്ങനെ അങ്ങനെയുള്ള ആ ഒരു നമുക്ക് ആർക്കും നമുക്ക് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ള കാര്യം, അതിന്റെ സൂചനകളും കാര്യങ്ങളും ഒക്കെ കാലങ്ങൾ വെച്ച് നമ്മൾ അത് വിവേചിച്ചറിയണം എന്നൊക്കെ ലൂക്കോസ് 12-ാം അധ്യായത്തില് 48-ാമത്തെ വാക്യത്തിലൊക്കെ, ലൂക്കോസ് 12-ന്റെ അവസാനത്തെ വാക്യങ്ങളോട് വരുമ്പം കാലങ്ങളെ വെച്ച് നിങ്ങൾ വിവേചിച്ചറിയേണ്ടതല്ലയോ എന്നുള്ള കാര്യമൊക്കെ കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അന്ത്യകാലത്തിലേക്ക് വന്നിരിക്കുന്നു. ഇന്ന് ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള പുതിയ പുതിയ പല സംഭവ വികാസങ്ങളും എല്ലാം ഒരു ഏകലോക ഭരണാധികാരിയുടെ ആവശ്യകതയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നു. എല്ലാം ഒരു നാണയത്തിലേക്ക്, ഒരു മതത്തിലേക്ക്, ഏകലോക മതം, ഏകലോക കറൻസി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലേക്കൊക്കെ ഇന്ന് ലോകത്തിന്റെ ഡെവലപ്മെന്റ്സ്, അതിന്റെ പുരോഗതിയൊക്കെ അതിലേക്ക് കാര്യങ്ങളെയൊക്കെ നയിക്കുമ്പം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. എതിർക്രിസ്തുവിന്റെ ഭരണം, എതിർക്രിസ്തു വെളിപ്പെടാറായി. അവന് 3.5 വർഷക്കാലം ഏകലോക ഭരണാധികാരിയായിട്ട് വലിയ സമാധാനപൂർണമായിട്ടുള്ളൊരു ഭരണം, രാഷ്ട്രീയ സമാധാനപൂർണമായിട്ടുള്ളൊരു ഭരണം എന്നൊക്കെ പറഞ്ഞ് അവൻ വരുന്നു. എന്നാൽ 3.5 വർഷക്കാലം കഴിയുമ്പോഴത്തേക്ക് അവന് തനിനിറം വെളിവാക്കി അവൻ തന്നെ ദൈവമായിട്ട് യെരുസലേമിലുള്ള യഹൂദന്മാരുടെ ദേവാലയത്തിൽ ചെന്ന് അവൻ തന്നെ ദൈവമായിട്ടിരിക്കുന്ന ആ ഒരു അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ള കാര്യം നമ്മൾ വിവേചിച്ചറിയണം. എന്നാൽ അതിന്റെ നാളും ദിവസം നമുക്ക് അറിയത്തില്ല. കള്ളനെ പോലെ അത് വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും എന്നുള്ളൊരു കാര്യം. മൂലപദാർത്ഥങ്ങൾ, അത് എലമെന്റ്സ് വിൽ ബി ഡിസ്ട്രോയിഡ്. അപ്പം എലമെന്റ്സ് വിൽ ബി ഡിസ്ട്രോയിഡ് വിത്ത് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം അന്തിമോപദേശ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, ഒരു ആറ്റം സ്പ്ലിറ്റ് ആകുമ്പോൾ തന്നെ ഒരു സിറ്റി നശിപ്പിക്കാനുള്ള ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു. ആറ്റം ബോംബ് ഹിറോഷിമ, നാഗസാക്കി, ജപ്പാനിലുള്ള ആ സ്ഥലങ്ങളെയൊക്കെ ഭസ്മമാക്കി തീർത്തെന്ന് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഒരു ആറ്റം സ്പ്ലിറ്റ് ആകുമ്പോൾ, ആറ്റം ബോംബ്, അറ്റോമിക് പവർ അത്രമാത്രം ശക്തമുള്ള കാര്യമാണ്. അപ്പോൾ മൂലപദാർത്ഥങ്ങളെല്ലാം വെന്തുരുകി അതെല്ലാം സ്പ്ലിറ്റ് ആകുമ്പോൾ ഭയങ്കര ഒരു ആറ്റോമിക് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന വലിയൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത് മൂലപദാർത്ഥങ്ങളെല്ലാം, അതിന്റെ 10-ാമത്തെ വാക്യം, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളൊക്കെ വെന്തുപോവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വീട് പണിയുന്നത്, നമ്മളെ വലിയ വലിയ കാറുകളോ കാര്യങ്ങളോ എല്ലാം ശരി തന്നെ. കർത്താവിന്റെ വരവ് വരെ നമുക്ക് ദൈവം ഭൂമിയിൽ അവനെ ജീവിക്കുന്ന കാലത്തേക്ക് വേണ്ടി ആ കാര്യങ്ങളെല്ലാം വേണം. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷെ എന്നാൽ അതിലല്ല നമ്മളുടെ നിത്യവാസം. ഇതെല്ലാം ഒരു നാട്ടില് ഇപ്പൊ നമുക്ക് കണ്ണി കാണുന്ന കാര്യങ്ങളെല്ലാം
അതെല്ലാം ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. കാണാത്ത കാര്യങ്ങളാണ് നിത്യമായിട്ടുള്ള കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങളൊക്കെ അനിത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ 2 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യങ്ങളെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. കാണുന്ന കാര്യങ്ങളൊക്കെ യുനോ യാഥാർത്ഥ്യമല്ലാത്ത, അതെല്ലാം നിത്യമല്ലാത്ത കാര്യങ്ങളാണ്, അതെല്ലാം ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പം അതാ ഇന്ന് എല്ലാം ഒഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നത്, വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളതല്ല. ഇന്ന് നമ്മൾ ശരിയാണ്, പഠിക്കേണ്ടവർ പഠിക്കണം, ജോലി ചെയ്യേണ്ടവർ ജോലി ചെയ്യണം. കർത്താവിന്റെ മഹത്വത്തിനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കർത്താവിന് എന്നവണ്ണം നമ്മൾ ചെയ്യണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. എന്നാൽ കർത്താവിന് എന്നവണ്ണം അതെല്ലാം ചെയ്ത്, ഇതൊന്നും നിത്യമായിട്ടുള്ളതല്ല. ഒരു കാലത്തേക്ക് നമുക്ക് ശരിയാണ് പഠിത്തവും ജോലിയും നമ്മളുടെ വീടോ കാര്യങ്ങളോ വിദ്യാഭ്യാസമോ ബാക്കി കാര്യങ്ങളോ എല്ലാം നമുക്ക് ഒരു സമയത്തേക്ക് വേണ്ടത്. അവിടെ എല്ലാം നമ്മൾ വിശ്വസ്തരായിരിക്കണം. കർത്താവിന് എന്നവണ്ണം അതെല്ലാം ചെയ്യണം. നമുക്ക് ദൈവം തന്നുള്ള താലന്തുകളെല്ലാം കർത്താവിനായിട്ട് ഉപയോഗിക്കണതെല്ലാം ശരി തന്നെ. എന്നാൽ നിത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളുടെ നിത്യമായിട്ടുള്ള നോട്ടം. അതാ നമ്മളിവിടെ വായിക്കുന്നത്. 10ാമത്തെ വാക്യം ഇപ്പൊ നമ്മള് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കുകയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന്റെ, അതാ ദൈവദിവസം എന്നുള്ളൊരു പ്രയോഗം അവിടെ കാണുന്നത്. ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. ഇതൊക്കെ ഒഴിഞ്ഞു പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇവയ്ക്കായിട്ടല്ല, ശരിയാണ് ഇന്ന് കുറച്ച് നാളത്തേക്ക് ഇവയ്ക്ക് ഒരു പേർപ്പസ് ഉണ്ട്. ദൈവനാമോഹത്തിനായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വീടോ നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസോ നമുക്ക് തന്നിരിക്കുന്ന ഓരോ താലന്തുകളും കർത്താവിന്റെ നാമോഹത്തിനായിട്ട്, കർത്താവിന്റെ രാജ്യവ്യാപനത്തിനായിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നു. എന്നാൽ ഇതല്ല നമ്മുടെ നിത്യമാം വീട്. സ്വർപ്പൂരമാണിത് നിത്യമാം വീട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടിൽ പാടുന്നത് പോലെ, അതാ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന എന്നുള്ളൊരു പ്രയോഗം നമ്മളിപ്പം അതിന്റെ ഒരു കുറച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മളിപ്പോൾ അന്തിമോചന പുസ്തകത്തിൽ ഇപ്പം നമ്മൾ വായിച്ചു. വേർ റൈച്ചസ്നെസ് ഡ്വെൽസ്, അതിന്റെ 13ാമത്തെ വാക്യം മലയാളത്തില്, ഇംഗ്ലീഷിലും അതിന്റെ 13ാമത്തെ വാക്യം, ഇൻ വിച്ച് റൈച്ചസ്നെസ് ഡ്വെൽ വി ആർ ലുക്കിംഗ് ഫോർ ന്യൂ ഹെവൻസ് ആൻഡ് എ ന്യൂ എർത്ത്. ആർ വി റിയലി ലുക്കിംഗ് ഫോർ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ അതുപോലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ആ കാര്യങ്ങൾക്കായിട്ട് അത് പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് അതിനായിട്ടുള്ള ഒരു ദാഹവും വാഞ്ചയൊക്കെ തരത്തുള്ളൂ. നമുക്ക് ജഡം എപ്പോഴും ഈ ഭൂമിയിലുള്ള കാര്യത്തിനെ കുറിച്ച് അതായത് കാക്കയുണ്ട്, പ്രാവുണ്ട്. നോഹയുടെ പെട്ടകത്ത് നിന്ന് കാക്ക പോയി, കാക്കയെ പറഞ്ഞയച്ചു. കാക്കയ്ക്ക് വലിയ ഫീസ്റ്റ് ഒക്കെ കിട്ടി, ഒത്തിരി ശവശരീരങ്ങളൊക്കെ കെട്ടി. കാക്ക പിന്നെ തിരിച്ചു വന്നില്ല. പ്രാവ് അത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. അത് ഈ അഴുക്കും ശവശരീരങ്ങളും കാര്യങ്ങളും ഒന്നും അതിനെ സെറ്റിൽ ചെയ്യാൻ അവിടെ പ്രാവ് സെറ്റിൽ ചെയ്യാതെ അതൊരു പുതിയ ഒലിവ് ഇലയുമായിട്ട് വന്നതായിട്ട് നമ്മള് ഉൽപ്പത്തി പുസ്തകം 8ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ. അപ്പൊ ആ ഒരു നമ്മളുടെ ജഡമുണ്ട്, ആത്മാവുണ്ട്. ജഡം ഈ ലോകത്തിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്ന കാര്യം. ആ ജഡത്തെ നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ, ഈ ജഡത്തെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ മരണത്തിനെ ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിനാലെ നമ്മൾ നിറയുമ്പം ആ പരിശുദ്ധാത്മാവ് നമുക്കൊരു നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്ന ഒരു വാഞ്ച. കർത്താവേ, അവിടുത്തെ രാജ്യം അത് വരണം. അതിനായിട്ട് ഞാൻ ഒരുക്കപ്പെടണം. അതിനായിട്ട് ഞാൻ ഇനി അനേകരെ ഞാൻ ഒരുക്കേണ്ടതായിട്ടുള്ള, എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ ഭാര്യ, ഭർത്താവ്, മക്കള്, അവരെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അനേകർ വിശ്വാസത്തിലേക്ക് വരേണ്ടവരെ വിശ്വാസത്തിലേക്ക് അനേകേണ്ടതായിട്ടുള്ള, അതിന് എനിക്കായിട്ട് അവിടെ നിന്ന് എന്ത് പാർട്ടാ, എന്ത് ജോലിയാണ്, എന്ത് ദൗത്യമാണ്, എന്നിലൂടെ ആരൊക്കെ കർത്താവിനെ അറിയണം, എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ ആരൊക്കെ കർത്താവിനെ അറിയണം. കർത്താവെ, അതൊക്കെ അതിനായിട്ട് യേശുവിനെ പോലെ ആയി തീരാനും, യേശുവിനെ പോലെ ജീവിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ എന്നെ സഹായിക്കണം. ആത്യന്തികമായിട്ട് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നവരായിട്ടായിത്തീരുന്ന ഒരു കാര്യം. അതാ അതിന്റെ 13ാമത്തെ വാക്യം, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരെ സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് എന്നുള്ളൊരു കാര്യം. സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കുറച്ച് ഞായറാഴ്ചകൾ മുമ്പ് നമ്മൾ ആ വാക്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നീതി വസിക്കുന്ന എന്നുള്ള വാക്ക് നമ്മളവിടെ കണ്ടു. കറ്റായിക്കോയോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം പഠിപ്പിച്ചിരിക്കുന്നത്. അത് ആ വസിക്കുക എന്ന് പറഞ്ഞാൽ സെറ്റിൽ അല്ലെങ്കിൽ ഫീൽ അറ്റ് ഹോം എന്നുള്ള കുറച്ചൊരു പാരഫ്രൈസ് ചെയ്ത് പറയാവുന്നൊരു വാക്കാത് എന്ന് പറഞ്ഞാൽ നീതി വസിക്കുക അല്ലെങ്കിൽ നീതിക്ക് വീട്ടിൽ എന്ന വണ്ണം തോന്നിക്കുകയും ചെയ്യുന്ന, അതാ ടു ഫീൽ അറ്റ് ഹോം, വെയർ റൈറ്റ്സ്നെസ് ഫീൽസ് അറ്റ് ഹോം എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോ അത് അന്തിമോചന പുസ്തകത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ വായിച്ചു. അപ്പം ചില വീട്ടില്
നമുക്ക് യുനോ വലിയ അതിഥി മര്യാദയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, എങ്കിലും നമുക്കൊരു അപരിചിതത്വമായിരിക്കും. ചില വീട്ടിലോ ഇനിയിപ്പം അത് തൊടാൻ പറ്റുമോ, അങ്ങോട്ട് തിരിയാൻ പറ്റുമോ. എന്നാൽ വേറെ ചില വീട്ടില് വി ഫീൽ അറ്റ് ഹോം. അവരത്ര നമ്മളോട് അത്ര ആത്മാർത്ഥതയുള്ളവർ, അത്ര നമുക്ക് അത്ര അറിയാവുന്ന ആൾക്കാർ, നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് വി ഫീൽ അറ്റ് ഹോം, നമ്മുടെ സ്വന്തം വീട്ടിൽ എന്ന വണ്ണം ഉള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ ഈ നീതി വസിക്കുന്ന എന്ന പ്രയോഗം, നീതിക്ക് സ്വന്തം വീട് വീട് പോലെ തോന്നുന്ന ഒരു സമയം, അത് സഹസ്രാബ്ദ വാഴ്ചയിലും അവിടെയും അവിശ്വാസികളുണ്ട്, സഹസ്രാബ്ദ വാഴ്ചയിലെ അവിശ്വാസികളുണ്ട്, അവിടെയും മരണമുണ്ട്. അപ്പോ നീതിക്ക് ഫുള്ളി ഫീൽ അറ്റ് ഹോം ആവാൻ പറ്റിയില്ല. എന്നാൽ നീതി വസിക്കുന്ന അതുപോലെ ഫീൽ അറ്റ് ഹോം ആവുന്ന ഒരു സമയം, അത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. എന്നാൽ അതിന്റെ ഒരു ആരംഭമാണ് ദൈവം നമ്മൾ പുതിയ സൃഷ്ടിയാക്കിയപ്പോൾ, ഇതാ ഞാൻ പുതിയൊന്നും ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം അതിന്റെ തുടക്കം നമ്മളെ ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനിക്കുമാറാക്കിയപ്പോൾ 2 Corinthians 5:17 എന്താ, ക്രിസ്തുവിൽ നമ്മളൊരു പുതിയ സൃഷ്ടിയാണ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം കർത്താവ് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കിയപ്പോൾ ആ വെളിപാട് 21 നമ്മൾ വായിക്കുന്ന പുതിയ സ്വർഗവും പുതിയ ഭൂമിയും എന്നുള്ള ആ പാരമ്യത്തിന്റെ ഒരു തുടക്കം, ഒരു നാന്ദി കുറിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഒരു നാമ്പ്, ഒരു പുതിയ തുടക്കം ആയിട്ട് നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു പുതിയ തുടക്കം ദൈവം ചെയ്തു. ഇന്ന് പരിശുദ്ധാത്മാവിന് നിറവിൽ, നീതിയുടെ ആത്മാവുള്ള പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സർവ്വസ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് നീതിക്ക് റൈച്ചസ്നസ് ക്യാൻ ഫീൽ അറ്റ് ഹോം ഇൻ അവർ ലൈഫ്സ്, ഇൻ അവർ ഹോം, ഇൻ അവർ ചർച്ച്. പിന്നെ അതിന്റെ ഒരു ഫൈനൽ ഫുൾഫിൽമെന്റ്, ആത്യന്തികമായിട്ടുള്ള അതിന്റെ ഒരു സഫലീകരണം എവിടെ, ഈ ഒരു സഹസ്രാബ്ദ വാഴ്ചയിൽ ഒരു അളവ് വരെ സംഭവിക്കുന്നു. എന്ന പുതിയ സ്വർഗവും പുതിയ ഭൂമിയുമുള്ള ആ ഒരു തലത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സഫലീകരണം വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈവൻ ദൈവരാജ്യം എന്നുള്ള ഒരു കാര്യം നമ്മൾ പലപ്പോഴും ആ ഒരു ലെവലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തില്, പിന്നെ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സഭയില്, അങ്ങനെ അനേക സഭകളില്, അങ്ങനെ സഹസ്രാബ്ദ വാഴ്ചയില്, പിന്നെ പുതിയ സ്വർഗവും പുതിയ ഭൂമിയും ഉള്ള ആ ഒരു കാലത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 6ാമത്തെ ലെവൽ വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു പാരമ്യം, അതിന്റെ ഒരു ഫൈനൽ ഫുൾഫിൽമെന്റ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം, അപ്പൊ ആ പഴയ ആകാശം പഴയ ഭൂമിയൊക്കെ ദൈവം തീക്കിരയാക്കുന്നത് പോലെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിലുള്ള അദാമ്യ സ്വഭാവം, നമ്മുടെ ജഡത്തിലുള്ള അതിന്റെ രാഗമോഹങ്ങൾ, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രിസ്തുവിനോട് പൂഷിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഗലാത്യർ 5:24 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഗലാത്യർ 5:24 എന്ന് വായിക്കുന്നത്, ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ് ജീസസ് ഹാവ് ക്രൂസിഫൈഡ് ദ ഫ്ലഷ് വിത്ത് ഇറ്റ്സ് ലസ്റ്റ് ആൻഡ് ഡിസയേഴ്സ്. അപ്പം ഈ ജഡത്തിലുള്ള രാഗമോഹങ്ങൾ, നമ്മളുടെ സ്വന്തമായി അന്വേഷിക്കുന്ന, ജഡിക സുഖങ്ങൾ അന്വേഷിക്കുന്ന, പണത്തിനെ സ്നേഹിക്കുന്ന, ഈ ലൗകിക ഭൗതിക വസ്തുക്കളെ സ്നേഹിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഈ ജഡം, കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം, മണി ഓണ പ്ലഷേഴ്സ്, MHP, മണി ഓണ പ്ലഷേഴ്സ്. അപ്പൊ ഈ അങ്ങനെയുള്ള ഒരു ജഡം, അങ്ങനെയുള്ള ആ ഒരു ആദാമ്യ സ്വഭാവത്തിന്റെ അവശിഷ്ടങ്ങളെയൊക്കെ അത് പരിശുദ്ധാത്മാവിന് അഗ്നിയാൽ ഇന്ന് കർത്താവ് ഇതെല്ലാം തീക്കിരയാകും എന്ന് നമ്മൾ വായിക്കുമ്പോൾ, ഭാവിയിൽ ഇതെല്ലാം തീക്കിരയാകും അതൊരു ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാത്രം കാണാതെ അതിന്റെ ഒരു ആത്മീയ അർത്ഥവും കൂടെ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ തീക്ക് ഈ പഴയ ആകാശവും പഴയ ഭൂമിയും ഇരയായതുപോലെ നമ്മളുടെ പഴയ സ്വഭാവം, നമ്മളുടെ അദാമ്യ സ്വഭാവം, നമ്മുടെ ജഡത്തിൻ്റെതായ കാര്യങ്ങൾ, അത് അത് എല്ലാ ദിവസവും അഗ്നിക്ക് ഇരയാകേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുള്ള വചനമാകുന്ന വാളിന് അത് ഇരയാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം പിന്നെ യോഹന്നാൻ 14:2 വാക്യം നമ്മൾ വായിച്ചു കേട്ടു. എന്താ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്കായിട്ട് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അപ്പൊ ഇന്ന് ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ് ആത്യന്തികമായിട്ട് അവിടെ കർത്താവിന്റെ പിതാവിന്റെ ഭവനത്തിലുള്ള വാസസ്ഥലങ്ങൾ നമ്മൾ വായിക്കുന്ന ഡ്വെല്ലിംഗ് പ്ലേസസ്. അത് ആ വാസസ്ഥലങ്ങൾ എന്ന് വായിക്കുന്നത് നമ്മുടെ പുനരുദ്ധാന ശരീരത്തെ കുറിക്കുന്നതാകാം. പിന്നെ അത്യധികമായിട്ട് ആ പുതിയ സ്വർഗത്തിലും പുതിയ ഭൂമിയിലുള്ള ആത്മീയമായിട്ടുള്ള പല പല യാഥാർത്ഥ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കിന്ന് വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളുടെ ഒരു സഫലീകരണം ഒന്നായിരിക്കും നമ്മളവിടെ കാണുന്നത്. അപ്പോൾ കർത്താവ് നമുക്കായിട്ട് വാസസ്ഥലം ഒരുക്കാൻ പോയി. ആർക്ക് വേണ്ടിയാണ് വാസസ്ഥലം ഒരുക്കുന്നത്? ഈ ഒരു കർത്താവ് നീതിയെ സ്നേഹിക്കുകയും അനീതിയൊക്കെ വെറുക്കുകയൊക്കെ ചെയ്തതുപോലെ അതേ മനോഭാവം ഉള്ളവർക്കാണ്. പാപവും അനീതിയും മനമെടുത്തവര് ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന അരാജകത്വവും, ഇന്ന് സഭകൾ എന്ന് പറയുന്ന ഇടങ്ങളിൽ തന്നെ നടക്കുന്ന പല കാട്ടിക്കൂട്ടലുകളും, പല കോപ്രായങ്ങളും, പല തുള്ളലും ഉരുളലും ഛർദിയും, അതുപോലൊക്കെ യേശുവിന്റെ പേരും പരിശുദ്ധാത്മാവിന്റെ പേരും ഒക്കെ പറഞ്ഞിട്ടുള്ള പല പ്രകടനങ്ങളും, പല കോലാഹലങ്ങളും, പല പണപ്പിരിവുകളും,
പല എന്താണ് പറയുന്നത്, ഇങ്ങനെ ചൂഷണങ്ങളും ഒക്കെ കണ്ട് കർത്താവെ അവിടുത്തെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ കുടുംബത്തിൽ, നമ്മളുടെ സഭയിൽ അനേകം അതുപോലുള്ള സഭകളിൽ കർത്താവിന്റെ രാജ്യം വരണം. അതേതുമായിട്ട് സഹസ്രാബ്ദ വാഴ്ചയും പിന്നീട് ഈ പുതിയ ആകാശത്തിനായിട്ട്, പുതിയ ഭൂമിക്കുമായിട്ടുള്ള ഒരു വാഞ്ച, അത് നമ്മൾ പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നവരായി ആകയാൽ ആ കാത്തിരിക്കുക കാത്തിരിക്കുക എന്നുള്ള ആ വാക്ക്, ആ 2 പത്രോസ് 3-ാം അധ്യായത്തിലെ അവസാനത്തെ ആ 10 മുതലുള്ള വാക്യങ്ങളിൽ 3 തവണ വരുന്നതായിട്ടൊക്കെ നമ്മള് അത് പലതവണ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഞായറാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 2 പത്രോസ് 3-ന്റെ അവസാനത്തെ വാക്യം മുതൽ പ്രോസ്ഡോക്കാവോ എന്ന് പറഞ്ഞൊരു പദമാണ്. എക്സ്പെക്ട്, വെയിറ്റ് ഫോർ, ലുക്ക് ഫോർ. അത് പരിശുദ്ധാത്മാവിനെ അതുപോലുള്ള ഒരു വാഞ്ച നമ്മളുടെ അതിനായിട്ട് ദൈവം ഒരുക്കുന്ന കാര്യങ്ങൾക്കായിട്ട് ഇതിലും വലിയവ നിങ്ങൾ കാണും എന്ന് കർത്താവ് എവിടെ യോഹന്നാന്റെ സുവിശേഷം 1:50 പറയുന്ന ഒരു കാര്യം, നഥാനയേലിനോട് പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും പുതുവർഷത്തിൽ ദൈവം വാഗ്ദത്തമായിട്ട് തരുന്ന കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം, ഇതിലും വലിയവ കാണുമെന്ന് പറയുമ്പോൾ കർത്താവിന്റെ വീണ്ടും യോഹന്നാൻ 5:19 19-20 വാക്യങ്ങളിലും പിതാവ് ചെയ്ത് കാണിച്ചിരുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ 5:20 പറയുന്നുണ്ട്, ഇവയെക്കാട്ടിലും വലിയവയും പിതാവ് എനിക്ക് കാണിച്ചു തരും എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പലർക്കും ഇല്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യാശ. എല്ലാം ഇങ്ങനെയൊക്കെ പോകുന്നു, കുറെ വർഷമായിട്ട് ഇങ്ങനെ പോകുന്നു, നമ്മളിങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ ഇങ്ങനെ പോകുന്ന ഇങ്ങനെ ഒരു പ്രത്യാശ ഇല്ലാതെ, ഒരു ഹോപ്പ് ഇല്ലാതൊക്കെ അങ്ങ് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാം എന്ന് യോഹന്നാൻ 5:20 കർത്താവ് അവസാനം പറയുന്നതിന്, ദ ഫാദർ വിൽ ഷോ ഹിം ഗ്രേറ്റർ വർക്ക്സ് ദാൻ ദീസ്, ഇവയിൽ വലിയ പ്രവർത്തികളും അവര് കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും ദൈവം പുതിയതായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും, നമ്മളുടെ കുടുംബത്തില്, നമ്മളുടെ മക്കളില്, നമ്മളുടെ അപ്പനമ്മമാരില്, നമ്മളുടെ കൂട്ടു സഹോദരങ്ങളിലും, നമ്മളുടെ അക്ഷരവായിട്ടുള്ള സഹോദരങ്ങളിലും കൂട്ടു സഹോദരങ്ങളിലും, നമ്മുടെ സഭയിലും ദേശത്തും ഒക്കെ ദൈവം ഇനിയും ഇതിലും വലിയവയൊക്കെ ചെയ്യും. അതാ യോഹന്നാൻ 1:50 യു വിൽ സീ ഗ്രേറ്റർ തിങ്സ് ദാൻ ദീസ് എന്ന് പറയുന്നത്. യേശു നഥാനയേലിനോട് എന്താ പറയുന്നേ, അത്തിമരത്തിന്റെ കീഴില് എന്ന് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുവാണോ, നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യോഹന്നാൻ 5:20 പിതാവ് തനിക്ക് ഇവയിലും വലിയ പ്രവൃത്തികളും കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നു. അപ്പം നമ്മളുടെ ജീവിതത്തിലും കർത്താവ് പുതിയൊരു കാര്യം ചെയ്യും. മരുഭൂമിയിലെ വീതി ഒരുക്കുന്ന ഒരു കർത്താവ്, നിർജ്ജന പ്രദേശത്ത് നീർച്ചാലുകളെ, നദികളെ ഒരുക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ ജീവിതത്തിലും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഉൽപ്പത്തി 21-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യങ്ങൾ മുതലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആ പുതിയ യെരൂശലേം, പുത്തൻ യെരൂശലേം, ന്യൂ ജെറുസലേം, ആ ഒരു ബ്രൈഡ്, വിശുദ്ധ നഗരം, കർത്താവിനായിട്ട് അലങ്കരിക്കപ്പെട്ട ആ മണവാട്ടി ഇറങ്ങി വരുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതായത് ഈ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന്റെ ബ്രൈഡൽ റൂമിൽ നിന്ന് മണവാട്ടി, അല്ലെങ്കിൽ കാറിൽ നിന്ന് മണവാട്ടി ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞതുപോലെ അവിടെ ആത്യന്തികമായിട്ട് കുഞ്ഞാടിന്റെ കാന്തയായിട്ടുള്ള മണവാട്ടി, ആ മണവാട്ടിയുടെ ഭാഗമാകാനാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിട്ടുള്ളത്. അതിനായിട്ടുള്ള ഒരു ഒരുക്കത്തോടെ ഇത്ര വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. പാപം മാത്രം അറിയാവുന്ന നമുക്ക്, പാപത്തില് ജനിച്ച് പാപത്തില് കുളിച്ച് കിടന്ന് നമ്മളെ നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മളെ കർത്താവ് മനസ്സിലൂടെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഇത്ര വലിയൊരു ഉന്നത പദവിയിലേക്ക്, ആ പാപച്ചെളിക്കുഴിയിലെ ഏറ്റവും നീച പാതാളത്തിൽ കിടന്ന് തന്നെ നാറ്റം വമിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ മാറ്റി കർത്താവ് അങ്ങ് സ്വർഗസിംഹാസനത്തോളം കർത്താവിന്റെ ആ അതേ പൊസിഷനിലേക്ക് കാന്തയായിട്ട്, കർത്താവിന്റെ വലത് ഭാഗത്ത് കാന്തയായിട്ട് കർത്താവിനോട് തൊട്ടൊരുമിയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക, നമ്മൾ ഓരോരുത്തരെയും. ഇന്ന് നമ്മള് എത്രമാത്രം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു? നമ്മളൊരു 30 മേനി ഫലം കായ്ക്കാനാണോ, 60 മേനി ഫലം കായ്ക്കാനാണോ, അത് 100 മേനി ഫലം കായ്ക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? 100 മേനി ഫലം കായ്ക്കുന്നവരാണ് കർത്താവിനെ കാന്തയായിട്ടായിത്തീരുന്നത്. ബാക്കി 60 മേനി 30 മേനിയൊക്കെ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലിരിക്കാം. എന്നാൽ കർത്താവ് നമ്മളെ 100 മേനി ഫലം കായ്ക്കാനായിട്ട് വിളിച്ചിരിക്കുന്നു. നമുക്ക് കണ്ണടച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവേ അവിടുന്ന് ഒരു പുതിയ പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അതെ കർത്താവേ, ഇന്ന് ഞങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നവരിൽ ഏറ്റവും മോശ അവസ്ഥയിലിരിക്കുന്ന ആളുടെ ജീവിതത്തിൽ പോലും കർത്താവേ അവിടത്തേക്ക് ഏറ്റവും പുതിയൊരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. അവിടുന്ന് പ്രത്യാശയുടെ ദൈവമാണ്. ഇവയിലും വലിയവ കാണുമെന്ന് പറഞ്ഞ കർത്താവാണ്. ഇതിലും വലിയ പ്രവൃത്തികൾ പിതാവ് തനിക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞ കർത്താവാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു കർത്താവേ. റോഡ് വേസ് ഇൻ ദ വിൽഡർനെസ് ആൻഡ് റിവേഴ്സ് ഇൻ ദ ഡെസേർട്ട്, നിർജ്ജന പ്രദേശത്ത് ആറുകളും വനാന്തരങ്ങളിലെ
വീഥികൾ ഒരുക്കുന്ന ഒരു കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ അവിടുന്ന് പുതിയൊന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് അത് ചെയ്യുവാൻ അവിടുന്ന് ഏറ്റവും തയ്യാറുള്ളവനാണല്ലോ. ഞങ്ങൾ കർത്താവെ അങ്ങയോട് സമർപ്പിക്കാത്തത് കൊണ്ടാണല്ലോ കർത്താവ് അവിടുന്ന് പലപ്പോഴും അവിടത്തേക്ക് അത് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്. കർത്താവ് ഞങ്ങളെ തന്നെ താഴ്ത്തി ഒരു പൂജ്യമായിട്ട്, ഒരു സീറോവായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രവൃത്തി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഒരു നിത്യമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഓൾറെഡി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ കർത്താവെ അതിന്റെ ഒരു പുതുക്കത്തോടെ അത് കർത്താവെ അവിടുന്ന് അത് കൂടുതൽ സ്പീഡോടെ, കൂടുതൽ കർത്താവ് തന്മയത്വത്തോടെ അവിടത്തേക്ക് ചെയ്യുവാൻ കൊശുവിന്റെ കയ്യിൽ കളിമണ്ണെന്ന് വണ്ണം ഞങ്ങൾ വഴങ്ങിത്തരുന്നു. ഞങ്ങളുടെ ഹിതം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ പ്ലാൻസ് ഒന്നും വേണ്ട. അവിടുത്തെ പ്ലാൻസ് മതി കർത്താവെ. എൻ്റെ പ്ലാൻസ്, എൻ്റെ ഇഷ്ടം പോലൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ താഴ്ത്ത് ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് അവിടുത്തെ ഇഷ്ടം എന്തെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് അത് തന്നെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള പൂർണ്ണഹിതം ദൈവഹിതം തിരിച്ചറിഞ്ഞ് കർത്താവെ മനസ്സ് പുതുക്കപ്പെട്ടവരായിട്ട് ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവെ അവിടുത്തെ ഹിതം തന്നെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. പുതിയ കാര്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്താട്ടെ. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ ദേശത്ത് വലിയ കാര്യങ്ങളെ അവിടുന്ന് ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്താൽ അവിടുത്തെ കരങ്ങളെ പലപ്പോഴും ഞങ്ങളെ കെട്ടിവെച്ച് ഞങ്ങളങ്ങനെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ ക്ഷമിക്കണമേ. വിശ്വാസത്തോടെ അങ്ങയിലേക്ക് നോക്കുന്നു. അവിടുന്ന് വലിയ കാര്യങ്ങളെ ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങേ മുറുകെ പിടിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.